Very good morning, one and all present here. Once again, very good morning, one and all present here. So, I am heartily welcoming all the technology partners, our agency partners, ESB partners, and business associates to the wonderful section. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് മിഷൻ 100 നമ്മൾ ഗ്രൂപ്പുകളിലും എല്ലാം ഇൻഫോം ചെയ്ത പോലെ എനിക്കറിയാം ഇന്നത്തെ ഒരു പാർട്ടിസിപ്പൻസിന്റെ ഒരു കൗണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എല്ലാവരും മിഷൻ 100 എന്താണ് നമ്മുടെ ഹെഡ് ഓഫീസ് ഇതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു മിഷൻ 100 ഈ ഒരു പുതിയ ഒരു മിഷനിൽ നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സിനും ഒരു നല്ലൊരു ബെനിഫിറ്റ്സും ഒരുപാട് ലൈഫിൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മിഷൻ 100 എന്ന ഒരു മിഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു മിഷൻ 100ന്റെ അധികം സസ്പെൻസ് ഇടാണ്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തന്നെ നമ്മുടെ ഗ്രീൻ വേൾഡ് ഇന്റർനാഷണൽ ചെയർമാൻ ഇന്റർനാഷണൽ കരിയർ കൗൺസിലർ ഡോക്ടർ വിനോദ് കുമാർ TA നമ്മുടെ സെക്ഷനിൽ ഇന്ന് ജോയിൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാർ എല്ലാവർക്കും വളരെ സുപരിചിതനായ ഒരാളാണ്. ഒരുപാട് മിഷനും കാര്യങ്ങളും ഇതുപോലെയുള്ള പല മിഷൻസും അച്ചീവ് ചെയ്ത് നമ്മുടെ മുമ്പിൽ ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരാളാണ് വിനോദ് സാറ്. സോ എന്തുകൊണ്ടും ഈ ഒരു മിഷൻ 100 എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം നിങ്ങളിലേക്ക് ലോഞ്ച് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ എല്ലാവരെയും നമ്മളെ നയിക്കുന്ന നമ്മുടെ ചെയർമാനായ ഡോക്ടർ വിനോദ് സാർ. നിങ്ങൾക്കറിയാം ഓൾറെഡി സാറ് മിലിറ്ററിയിൽ പല പല മിഷൻസും ഇതുപോലെ തന്നെ ഒരു സക്സസിലോട്ട് ഒരു ടീമിനെ മുന്നോട്ട് നയിച്ച് എങ്ങനെ അവരെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി കോർപ്പറേറ്റോട് കൂടി എങ്ങനെ ഒരു മിഷൻ സക്സസ് ചെയ്യാമെന്ന് സാറിന്റെ കോർപ്പറേറ്റ്സ് ലൈഫിലും അതുപോലെ സാറിന്റെ മിലിറ്ററി ലൈഫിലും സാറിന്റെ പേഴ്സണൽ ലൈഫിലൊക്കെ തെളിയിച്ച പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരാളാണ് വിനോദ് സാറ്. സോ ഈ ഒരു മിഷൻ 100 എന്ന ഈ ഒരു പ്രോഗ്രാം നിങ്ങളിലോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് വിനോദ് സാറ്. സോ ഐ ആം ഹാർഡ്ലി വെൽക്കമിങ് ഡോക്ടർ വിനോദ് സാർ ടു ഹാൻഡിൽ ദ സെക്ഷൻ. Thank you. Your blessings, Jitu. Am I audible? Yes, sir. My voice is clear. Okay, thank you. Thank you very much. I need some replies from all branches. നിങ്ങൾ ജസ്റ്റ് ഒന്നും ഇത് ചെയ്താലും മതി. നമ്മുടെ ഗ്രൂപ്പിൽ പിന്നെ അല്ലെ ഏതൊക്കെ മീൻസ് എവിടെ എന്തൊക്കെ ബ്രാഞ്ചുകൾ പ്രസൻസ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഒക്കെ വീഡിയോയിൽ വരാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരൂ, 2 മിനിറ്റ്. ഞാൻ ഫുൾ ടൈം പറയുന്നില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഒരു 30 മിനിറ്റ്സ് പ്രസന്റേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു പ്രോമിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ സശ്രദ്ധയോടും ലാസ്റ്റ് വരെ കേൾക്കുകയും അതുപോലെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മിഷൻ മാത്രമല്ല, ഇപ്പം നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന മിഷൻ മാത്രമല്ല, ഏത് മിഷനും നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ എന്താ പറയുക പേഴ്സണൽ നീഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഗോൾസ് ആയിക്കോട്ടെ, അല്ല നമ്മുടെ ബിസിനസ് ഗോൾസ് ആയിക്കോട്ടെ, എന്തും കരിയർ ഗോൾ ആയിക്കോട്ടെ, എല്ലാം സക്സസ് ചെയ്യാൻ പറ്റുന്ന സെയിം ഫോർമുലയാണ് ഞാനിത് പറയാൻ പോകുന്നത്. പക്ഷെ നമ്മളതൊരു ഫോർമുല നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ആ ഫോർമുലയെ ഒരു സക്സസ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് വിജയം ഉണ്ടാവുക. വെരി താങ്ക്ഫുൾ. എല്ലാവരും വരുന്നുണ്ട്. ഗിരീഷ് സാറുണ്ട്, അയനയുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന്, എലഗന്റിൽ നിന്ന് ജിജി മേഡം ഉണ്ട്, നെക്സ്റ്റ് എജു പ്ലസ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്, ഗ്ലോബൽ റേഡിയന്റ് ഉണ്ട്, കോഴിക്കോട് നിന്നുണ്ട്, എടപ്പാളിൽ നിന്നുണ്ട്, തൃശ്ശൂരിൽ നിന്ന് അഫ്സർ ഉണ്ട്, നിലമ്പൂരുണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്, കുണ്ടറയുണ്ട്, പട്ടമുണ്ട്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ട്രാവൽ ഏജൻസി ഉണ്ട്. നെക്സ്റ്റ് ലോട്ട് ഓഫ് പീപ്പിൾസ്
GSM എഡ്യു ഹബ് ഉണ്ട്. ഇറ്റ്സ് എ ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, നിങ്ങളുടെ ബ്രാൻഡിനെയും കൂടെ ഇവിടെ ഒന്ന് ഷോ ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ്. യു ക്യാൻ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ നെയിമും കൂടെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവീൽ ചെയ്യാം. ഇത്രയും പേര് കാണുമല്ലോ നിങ്ങളുടേത്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വലിയ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഒരു 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ തിരക്കുകൾ ഒത്തിരി ഉണ്ട്. അപ്പം തിരക്കുകൾ അയച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും നമ്മൾ സക്സസ് ചെയ്യില്ല. ഡെഫിനറ്റ്ലി ഒരു 30 മിനിറ്റ് നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചാൽ, ഇതൊരു ടീം വർക്കാണ്. ഈ മിഷൻ, ഞാൻ ഇപ്പം ജിത്തു പറഞ്ഞ പോലെ തന്നെ ഞാൻ ഏകദേശം ഒരു 15ഓളം വർഷം ആർമിയിൽ ജോലി ചെയ്തു. ഓപ്പറേഷൻ കാർഗിലിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ OP രക്ഷകിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആസാമിൽ എടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ഒരു മിഷനാണ്. അപ്പം അവിടെ ഒരു ഉഗ്രവാദിയെ പിടിക്കണം, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു 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 ശത്രുവിന്റെ, ഇപ്പം നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് പ്ലാൻ ചെയ്ത് എത്രയോ ദിവസത്തെ പ്ലാനിങ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് അല്ലേ. എന്നിട്ട് വിജയിച്ചു വരുവാണ്. ശത്രു താവളത്തിൽ പോയി അടിച്ചിട്ട് തിരിച്ച് വരികയാണ്. അതാണ് മിഷൻ. അപ്പൊ അതിന്റെ പുറകിൽ വളരെ ശക്തമായ ഒരു പ്ലാനിങ് ഉണ്ട്. ആ പ്ലാനിങ്ങിന് ശേഷം എന്താ പറയുക, ഇംപ്ലിമെന്റേഷൻ ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, അതിൽ കഴിഞ്ഞുള്ള റിസൾട്ട് ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുക. അപ്പം അതുപോലെ എനിക്ക് കുറച്ച് പേഴ്സണൽ ലൈഫിലും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ജിത്ത് പറഞ്ഞ പോലെ തന്നെ ആർമിയിൽ ഞാൻ മിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കോർപ്പറേറ്റിൽ വന്നതിന് ശേഷം എനിക്ക് ബ്രാഞ്ച് ഹെഡായിട്ട് ഏരിയ മാനേജറായിട്ടും ഒക്കെ എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തപ്പോൾ അവർ തന്നിരുന്ന ടാർഗറ്റ്സുകൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ, വിനോദ്, യു ആർ അപ്പോയിന്റഡ് ആസ് എ ഏരിയ മാനേജർ അല്ല ഡിവിഷണൽ മാനേജർ ഓഫ് ദിസ് ഇത്ര ഡിസ്ട്രിക്റ്റുകളുടെ അല്ല ഇത്ര ബ്രാഞ്ചുകളുടെ, നിന്റെ ഗോൾ ഇതാണ്, ആനുവൽ ഗോൾ ഇതാണ്. ആ ഒരു ഗോള് നീ ഇത്ര നാൾ കൊണ്ട് അച്ചീവ് ചെയ്യണം. ഇതാണ് നിന്റെ ടീം. ഈ ടീം വെച്ച് അങ്ങനെ ഞാൻ 100% അച്ചീവ് ചെയ്തിട്ടുണ്ട്, 150% അച്ചീവ് ചെയ്തിട്ടുണ്ട്, 300% വരെ നമ്മൾ പ്ലാൻ ചെയ്തതിന്റെ 3 ഇരട്ടി വരെ അച്ചീവ് ചെയ്തിട്ട് ഏകദേശം ഡബിൾ ത്രിബിൾ ആയ ചരിത്രങ്ങൾ എനിക്കുണ്ട്. ദ സെയിം ടൈം ഓൾ ഇന്ത്യ ടോപ്പ് 5 വന്ന ചരിത്രങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് തന്നെയാണ് ഞാനൊരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുകയും ഗ്രീൻ വേൾഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ച് 2018 ആരംഭിച്ചിട്ട് ഒരു മിഷൻ ഞങ്ങൾ സെറ്റ് ചെയ്തിരുന്നു. ഞാനും രാജിയും നമ്മുടെ ജിത്തുവും ഞങ്ങൾ എല്ലാ ടീമുകളും ഉൾപ്പെട്ട് ഞങ്ങൾ അന്നൊരു ഞങ്ങളുടെ എന്താ പറയുക ഡാർക്ക് റൂമിലിരുന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ടേബിളിന്റെ മുമ്പിലിരുന്ന് ഞങ്ങൾ ഒരു മിഷൻ പ്ലാൻ ചെയ്തു. ആദ്യത്തെ ഞങ്ങളുടെ മിഷൻ ആയിരുന്നു 2K23 എന്ന് പറയുന്നത്, അതായത് 5 വർഷത്തെ ഒരു ഗോള്. ഈ 5 വർഷത്തിന്റെ ഒരു ഗോൾ ഞങ്ങൾ സെറ്റ് ചെയ്തു. അത് ഞങ്ങളുടെ ഇത്ര ബ്രാഞ്ചസ് ഉണ്ടാവണം, ഇത്ര ടേൺ ഓവർ ഉണ്ടാവണം, ഇത്ര പാർട്ട്നേഴ്സ് ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അത് ഞങ്ങൾ അത് ഓവർ അച്ചീവ്മെന്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ രണ്ടാമത്തെ 2K25 എന്ന് പറയുന്ന ഒരു പ്ലാൻ ചെയ്തു. ഇപ്പം നമ്മൾ 2K30 എന്ന് പറഞ്ഞൊരു മിഷനിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു മിഷനാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പം മിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് ഐ ക്യാൻ ബ്രീഫ് ദാറ്റ്. എങ്ങനെയാണ് ഒരു മിഷൻ ഉണ്ടാവുക? മിഷൻ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ മനസ്സിലാണ് ആ മിഷൻ നമ്മുടെ ഉണ്ടാവേണ്ടത് അല്ലെ. നമ്മളൊരു വീട് വെക്കുന്ന പോലെ തന്നെ. നമ്മൾ എങ്ങനെയാ വീട് വെക്കുക? സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം മനസ്സിൽ നമ്മളൊരു പ്ലാൻ ചെയ്യണം. എനിക്ക് ഇത്രയും ഒരു വീട് വേണം നമ്മൾ ആഗ്രഹിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആഗ്രഹമില്ലാതെ നടക്കില്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചും നിങ്ങൾക്കൊരു ആഗ്രഹം ഇല്ലെങ്കിൽ, നിങ്ങളൊരു തണുത്ത മട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ തുടർന്ന് ചെയ്തു പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മൾ ഈ മിഷൻ കൊണ്ടൊന്നും വലിയ അർത്ഥമില്ല. നമ്മുടെ സ്ട്രാറ്റജി കൊണ്ടും നമ്മുടെ ഇതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. പക്ഷെ നിങ്ങൾക്കൊരു ആദ്യത്തെ കാര്യം വേണ്ടത് തീക്ഷ്ണമായിട്ടുള്ള ഒരു ആഗ്രഹം. നമുക്ക് ഇതുവരെയുള്ളത് പോരാ, എന്റെ ബിസിനസ് ഇത് അങ്ങനെ ആയാൽ പോരാ, അല്ലെങ്കിൽ എന്റെ ലൈഫ് ഇങ്ങനെ ആയാൽ പോരാ, ഇതെനിക്ക് മെച്ചപ്പെടുത്തണം. ഈ മെച്ചപ്പെടുത്തുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ കൂടെ എനിക്ക്, അതും ഒത്തിരി സമയമൊന്നും എനിക്കില്ല, എൻ്റെ ഏജ് ഇപ്പം 55 എൻ്റെ 60 അല്ലെ 25 20 അങ്ങനെയൊക്കെ നമ്മളൊരു ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ഈ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം എന്നാൽ മാത്രമേ ഇതിനകത്ത് വിജയിക്കുള്ളൂ. നമ്മൾ അബ്ദുൽ കലാം പറഞ്ഞ പോലെ പിന്നെ ഉറങ്ങിക്കാണുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന ആ രീതിയിലുള്ള തീക്ഷ്ണമായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡ്രീം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പം OMA ഗ്ലോബൽ അക്കാഡമിക്ക് ഇത്രയും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തുക, അതും ഷോർട്ട് ഗോൾ ആയിരിക്കണം. ഇപ്പൊ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു 100 ഡേയ്സ് മിഷനാണ്. അതിനെക്കുറിച്ച് ഞാൻ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കണം ഒരു മിഷൻ, എങ്ങനെയാണ് ആ ഒരു മിഷന്റെ ആദ്യം നമുക്ക് ആ ഒരു ഡിഫൈൻ, ആ മിഷന്റെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യണം. എന്തിനാണ് ആ മിഷൻ? ഇത് നമ്മുടെ ഒരു ജീവിതമായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഞാൻ ആദ്യത്തെ എൻ്റെ പ്രൊജക്ട്, ഞാൻ പിന്നെ SBI ഇറങ്ങി ഞാൻ ആദ്യം ചെയ്ത സ്റ്റാർട്ടപ്പ് എനിക്ക് ഏകദേശം ഒരു 1.5 കോടി രൂപ കടമാണ് എനിക്ക് സമ്മാനിച്ചത്. എനിക്ക് തിരിച്ചങ്ങോട്ട് പോകല്ല. അന്ന് ഞാൻ എടുത്ത ഒരു പ്ലാൻ ഉണ്ട്. ആദ്യം എൻ്റെ കടം വീട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെത്. ഒത്തിരി നാളൊന്നും എനിക്ക് സമയമില്ല. അത് സത്യസന്ധമായ രീതിയിൽ കൂടെ വളരെ ആക്റ്റീവ് ചെയ്തിട്ട് രാത്രിയും പകലും ഉയർന്ന് പ്രവർത്തിച്ച് നമ്മളൊരു വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അത് ഞാനൊരു മിഷൻ സക്സസ് ചെയ്തു. ഞാനൊരു പേഴ്സണലാണ് പറഞ്ഞു. അപ്പം ആദ്യം നമ്മളൊരു മിഷൻ ഉണ്ടാവണം, അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം, അതിനുശേഷം ഒരു സ്മാർട്ട് ഗോൾ ആയിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മിഷൻ 100ന്റെ വളരെ
സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് ആണ്. പിന്നെ അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയും അതുപോലെ തന്നെ പ്ലാനും ഉണ്ടാക്കണമെന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ഒരു റൈറ്റ് ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യണം. ഇപ്പം റൈറ്റ് ടീം, ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ബ്രാഞ്ചാണ്. അപ്പോൾ ആ ബ്രാഞ്ചിൽ നിങ്ങൾ ഓണേഴ്സ് 2 പാർട്ട്നേഴ്സ് ഉണ്ടാവാം, സിംഗിൾ പാർട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ടാവാം. ഇല്ല, നിങ്ങൾ സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ കൂടെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവാം, നിങ്ങളുടെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ നിങ്ങളൊരു ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അസിസ്റ്റ്. ഇപ്പം ഗ്രീൻവേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ നോക്കി ഏകദേശം ചുമ്മാ ഒരു ഇത് വരുന്ന 50-58 ആളുകളാണ് നമുക്കുള്ളത്. ഇതിപ്പോൾ എല്ലാവരും മീറ്റിംഗ് 1000 ആളുകൾ നമുക്കുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു ടീം ഉണ്ടാവണം. നമ്മളൊരു മിഷൻ സക്സസ് ചെയ്യുമ്പം ആർമി ക്യാപ്റ്റനോ അല്ലെങ്കിൽ ആർമി ജനറലിനോ മാത്രം ഒരു മിഷൻ സക്സസ് ചെയ്യാൻ പറ്റില്ല. അതിന് ഫ്രണ്ട് ലൈനിൽ പോകുന്നവരുണ്ടാവണം. നമ്മൾ ചെസ് കളിക്കുന്ന പോലെയാണ്. അപ്പൊ അപ്പുറത്തെ രാജ്യത്തിന്റെ രാജാവിനും മന്ത്രിയെയും പൂട്ടാൻ നമ്മൾ ഇവിടുന്ന് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും കാലാൾപ്പട ഉണ്ടാവണം, തേരുണ്ടാവണം, എന്താ പറയുക, കുതിര ഉണ്ടാവണം എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കൊരു ശക്തമായ ടീം ഉണ്ടാവണം. നിങ്ങൾ സിംഗിൾ പേഴ്സൺ ആണ്, നോ പ്രോബ്ലം, യു ക്യാൻ ഡു. അതിനനുസരിച്ച് ചെറിയ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രം. വലിയ ടീമാണ് വലിയ ഗോൾ സെറ്റ് ചെയ്യണം, ചെറിയ ടീമാണ് ചെറിയ ഗോൾ സെറ്റ് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മളൊരു പ്ലാനും സ്ട്രാറ്റജിയും ഉണ്ടാക്കി ബിൽഡ് എ റൈറ്റ് ടീം ചെയ്തു. അതിനുശേഷം സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ഡിസിപ്ലിൻഡ്. നമ്മളിപ്പോൾ ഇന്ന് കാര്യങ്ങൾ എല്ലാം കേട്ടു, അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിത ഓരോ പ്രശ്നത്തിലേക്കും അല്ലെങ്കിൽ നിങ്ങളുടേതായ ലോകത്തോട്ട് പോയാൽ ഈ ഒരു ഇത് വിജയിക്കണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? നിങ്ങളിത് ആദ്യം ഇത് ചെയ്തതിനു ശേഷം സ്റ്റേ ഫോക്കസ്ഡ്. എല്ലാ ദിവസവും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. ചെറിയ ചെറിയ ഇപ്പം പക്ഷികളൊക്കെ കൂട് കൂട്ടുന്ന പോലെ ഓരോ കഷ്ണങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഒരു കൂടുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഉറുമ്പുകൾ ഭക്ഷണം ശേഖരിക്കുന്ന പോലെ ഓരോ ദിവസവും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവണം, ഡിസിപ്ലിൻഡ് ഇരിക്കണം. തടസ്സങ്ങൾ എന്താണെങ്കിലും വരും, മുമ്പിൽ തടസ്സങ്ങൾ, ഒബ്സ്റ്റക്കിൾസ് ഉറപ്പാണ്. നമ്മളൊരു വണ്ടി ഓടിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യണം. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവുമല്ലോ. മുമ്പിൽ ഒരു വണ്ടി നേരെ വരും, നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് തിരിക്കും. അതുപോലെ തന്നെ ഒരു കുന്ന് വരും, നമ്മൾ ഗിയർ മാറും. ചില സ്ഥലങ്ങളിൽ വലിയ കല്ല് കിടക്കും, നമ്മൾ റിവേഴ്സ് എടുക്കേണ്ടതും വരും ജീവിതത്തിൽ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഒരു ഗോളിലേക്ക് പോകുമ്പോൾ ചില സമയത്ത് നമ്മൾ റിവേഴ്സ് എടുത്ത്, പക്ഷെ നമ്മൾ യാത്ര തുടരും. എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യത്തില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏത് വിധത്തിലും അവിടെ എത്തുക എന്നുള്ള അവിടെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വിജയിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്, ഓവർകം ഓൾ ദ ഒബ്സ്റ്റക്കിൾസ്. നമ്മുടെ മുമ്പിൽ വരുന്ന ഒബ്സ്റ്റക്കിൾസിനെ നമ്മൾ ഇത് ചെയ്യണമെന്നാണ്. പിന്നെ മോണിറ്റർ പ്രോഗ്രസ് ആൻഡ് സെലിബ്രേറ്റ് മൈൽസ്റ്റോൺസ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പിൽ ഓരോ തരുമ്പോൾ നമ്മളിപ്പോൾ മിഷൻ 100-ൽ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരെണ്ണം സക്സസ് നമ്മൾ എൻജോയ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എൻജോയ് ചെയ്യണം. 10th ആകുമ്പോൾ എൻജോയ് ചെയ്യണം, 50 ആകുമ്പോൾ എൻജോയ് ചെയ്യണം, 100 ആകുമ്പോൾ ഓവർ ചെയ്ത് നമ്മളെ ഇത് ചെയ്യണം. അപ്പം എപ്പോഴും നമ്മൾ സക്സസിനെ നമ്മുടെ നെഗറ്റീവ്സിനെ നമ്മളിപ്പം നോക്കിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് ആകെ ബുദ്ധിമുട്ടുണ്ടായി, നമുക്കൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ്സിനെ മാത്രം നമ്മൾ നോക്കി ഫീൽ ചെയ്തുകൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരിക്കലും നടക്കില്ല. അതിന് പകരം നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങളെ പോലും നമ്മൾ ആഘോഷിക്കണം. അത് ടീമായിട്ട് ആഘോഷിക്കാം, സെൽഫായിട്ട് ചങ്കിക്കെട്ടി. ഇപ്പൊ വിനോദാണ് പറയുന്നതെങ്കിൽ വിനോദ് തന്നെ ഇങ്ങനെ ചങ്കി തട്ടിയിട്ട് പറയും, വിനോദ് കൊള്ളാം, യു ഡിഡ്, ഇനി ആദ്യത്തെ നിന്റെ സ്റ്റെപ്പ് കഴിഞ്ഞു, നിന്റെ ആദ്യത്തെ മിഷൻ 100-ന്റെ ഇന്ന് ഞാൻ എൻ്റെ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ എൻ്റെ മിഷൻ, നിങ്ങൾക്ക് ഞാൻ മിഷൻ സെറ്റ് ചെയ്തായിരുന്ന പോലെ തന്നെ എനിക്കൊരു മിഷൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ വേൾഡിന്. അപ്പം ആദ്യത്തെ എൻ്റെ സ്റ്റെപ്പാണ് ഈ മീറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. എൻ്റെ ടീം കുറേ ദിവസങ്ങളായിട്ട് ഇതിന്റെ പുറകിൽ വർക്കാണ്. അവർ നിങ്ങൾ കണ്ടിട്ടാവും, അവർ വീഡിയോസ് ഉണ്ടാക്കുന്നു, അവർ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നു, അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങുകൾ പ്ലാൻ ചെയ്യുന്നു, ടീം ബിൽഡിങ്ങുകൾക്ക് ടീമിനെ ഇത് ചെയ്യുന്നു. ദർ ഒരു പ്രിപ്പറേഷനിൽ തന്നെയാണ് ഇപ്പം അവര് ഉണ്ടായിരുന്ന കുറെ ദിവസമായിട്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇന്ന് ഇത് കേട്ട് കഴിഞ്ഞാൽ ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ ടീമിനെ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആക്കണം. നിങ്ങൾ സ്വയം പ്രിപ്പയർഡ് ആവണം. എന്നാൽ മാത്രമാണ് നമുക്കിത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ബോസ് ആണെങ്കിലും ശരി, നിങ്ങളുടെ സബോർഡിനേറ്റ്സ് എംപ്ലോയീസും ആയിട്ടാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അവരെ എപ്പോഴും ഇൻസ്പയർ ചെയ്യുക, അവരെയും തോളിത്തട്ടി അവരെ എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. എന്നാലാണ് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ. കാരണം അവർക്ക് ഒരു ബെനിഫിറ്റ് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ഈ മിഷൻ പറയുമ്പോൾ എന്റെ മാത്രം മിഷനായി പോയാൽ, എന്റെ മാത്രം യാത്രയായി പോയാൽ ഒരിക്കലും ഇതിനകത്ത് വിജയില്ല. ഇതൊരു ടീം സക്സസ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങളുടെ ബ്രാഞ്ചിന് നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടെ ടീമിനും കൂടെ സക്സസ് ആയിരിക്കണം, ടീമിന് ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ എൻ്റെ മിഷൻ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ എങ്കിൽ ഒരു കാര്യവുമില്ല, നിങ്ങളാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു മ്യൂച്വൽ ബെനിഫിറ്റ് ആയിട്ട് നമ്മളൊരു മിഷൻ പ്ലാൻ ചെയ്ത് എല്ലാവരും ഒരുപോലെ വിജയിക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ആ മിഷൻ വിജയിക്കും എന്നുള്ളതാണ് ഇതിന്. അതാണ് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ കൺസിസ്റ്റൻസി ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ 2 ദിവസം ചെയ്തു, ഇപ്പൊ നമ്മൾ മിഷൻ 100 ഒരു 2 ദിവസം ചെയ്തിട്ട് മിഷൻ നിർത്തി, ഒരിക്കലും മിഷൻ സക്സസ് ആവില്ല. ഇതൊരു കണ്ടിന്യൂറ്റി ആണ്, അല്ലേ?
അപ്പം അത് ഉണ്ടാവണം, കണ്ടിന്യൂറ്റി ആയിട്ട് ഇതിനു വേണ്ടി ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, പിന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ സ്ട്രാറ്റജിയിൽ ബുദ്ധിമുട്ടുകളുണ്ടോ, അതിനെ അപ്ഗ്രേഡ് ചെയ്തണം. നമ്മൾ ഇങ്ങനെ ചെയ്യണം, സ്കെയിൽ ചെയ്യണം അതിന്. എന്നിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഏത് മിഷനും വിജയിക്കും എന്നുള്ളതാണ്. അപ്പൊ കുറച്ച് വിജയിച്ച മിഷനെ കുറിച്ച് ഞാൻ ഇന്നലെ പ്രതിപാദിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാം എന്തൊക്കെ മിഷൻസ് ആണ് നമ്മൾ സാറ്റലൈറ്റ് ലെവലിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മിഷൻ വിജയിച്ച് 1970 Am I audible? എന്റെ വോയിസ് ക്ലിയർ Yes, sir. ആണോ? Now you are audible. ഓക്കെ, താങ്ക് യു. എനിക്ക് നിങ്ങളുടെ ഒരു 30 മിനിറ്റ് നിങ്ങളുടെ മനസ്സും ശരീരവും എനിക്ക് ഒരുപോലെ വേണം. നിങ്ങളുടെ ശരീരം ഇവിടെയും മനസ്സ് വേറൊരു സ്ഥലത്തുമാണ്. നമ്മുടെ രണ്ടുപേരുടെയും സമയത്തിന് വലിയ വാല്യൂസ് ഉണ്ടാവില്ല. സോ പ്ലീസ് ഗീവ് യുവർ 30 മിനിറ്റ്സ് ടു മീ. എനിക്ക് 30 മിനിറ്റ് നിങ്ങൾ തരണം. നിങ്ങൾ 30 മിനിറ്റ് തന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ഞാനൊരു വേറൊരു റേഞ്ചിലേക്ക് ഞാൻ എത്തിക്കാം, ഉറപ്പായിട്ടും. അപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവര് 1975 ആര്യഭട്ട, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ആര്യഭട്ട അവര് വിജയിപ്പിച്ചു. അതൊരു മിഷൻ ആയിരുന്നു അല്ലെ, ഇന്ത്യയുടെ ഫസ്റ്റ് സാറ്റലൈറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും ദൂരത്തിൽ നിന്ന് ഒക്കെ ഇരുന്ന് ഈ വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്റർനെറ്റ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ സാറ്റലൈറ്റുകൾ പണിമുടക്കി കഴിഞ്ഞാൽ ഇന്ത്യ തീരും, ലോകം തീരും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം ആദ്യത്തെ ഒരു വിജയമായിരുന്നു, ഒരു മിഷന്റെ വിജയമായിരുന്നു 1975. ഞാനും നിങ്ങളൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ ജനിച്ചതിന് ശേഷം ഒക്കെ ആയിക്കോട്ടെ, അതൊരു മിഷൻ ആയിരുന്നു, ഒരു സക്സസ് മിഷൻ ആയിരുന്നു. അതുപോലെ തന്നെ 2008 ചന്ദ്രയാൻ 1 ഒരു മിഷനാണ് അല്ലെ. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും. 2013 മംഗൾയാൻ ചെയ്തു അല്ലെ, സക്സസ് ആണ് നമ്മുടെ. 2023 എന്താണ്, ചന്ദ്രയാൻ 3 മൂണിന്റെ സൗത്ത് പോളിൽ കൊണ്ട് നമ്മൾ ഇറക്കി. ഇതൊരു മിഷനാണ്, പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഒരു മിഷൻ പ്ലാൻ ചെയ്യുക. മിഷൻ പ്ലാൻ ചെയ്യുന്നു, അതിനോടൊപ്പം ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നു, അതിനുവേണ്ടി കുറച്ച് ഫണ്ടുകൾ മാറ്റി വയ്ക്കുന്നു, പൈസ മുടക്കുന്നു, പൈസ എറിഞ്ഞു തന്നെ പൈസ പിടിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, പിന്നെ ഇത് ചെയ്തിട്ട് എത്രയോ കോടി മുടക്കുണ്ടായിരിക്കും അല്ലേ ഇന്ത്യക്ക് ഒരു സാറ്റലൈറ്റ് വിടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണെങ്കിൽ പുതിയ നമ്മുടെ സൂര്യനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, സൗരോർജത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ ആദിത്യ L1 മിഷൻ കണ്ടിന്യൂ ആണ് അല്ലെ. 2024 തുടങ്ങി, 2025 ആ മിഷൻ കണ്ടിന്യൂ ആണ്. ഇപ്പൊ മിഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ആർമി അറ്റാക്കിന്റെ ഒക്കെ ലെവലിൽ നോക്കി കഴിഞ്ഞാൽ ഓപ്പറേഷൻ വിജയ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഓപ്പറേഷൻ വിജയ് ആണ് നമ്മുടെ കാർഗിൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാനെ ഇപ്പൊ അടിച്ച് തീർത്തു വന്നതാണ് ഓപ്പറേഷൻ കുബേര. നമ്മുടെ നാട്ടിൽ വന്ന് 25 പേരെ കൊന്നിട്ട് പോയി, അടിച്ചില്ലേ പോയിട്ട് അല്ലേ. അടിച്ചു തീർത്ത് അവന്റെ എന്താ പറയാ, അവന്റെ സൈനിക ശേഷി, അവന്റെ താവളത്തിൽ പോയി നമ്മൾ അടിച്ചു. അതാണ് മിഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി എത്ര ദിവസത്തെ പ്ലാൻ ഉണ്ടാവും അല്ലേ. അതാണ് മിഷൻ. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് അടുത്തൊരു മിഷനാണ് നമ്മുടെ റോട്ടറി. നിങ്ങൾ കേട്ടോ, ഞാൻ റോട്ടറിയനാണ്, ഞാൻ റോട്ടറി പ്രസിഡന്റ് ആണ്. അപ്പം ഞങ്ങളുടെ ഒരു മിഷൻ ഉണ്ടായിരുന്നു, ലോകത്തിൽ നിന്ന് തന്നെ പോളിയോയെ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞ് ശപഥം എടുത്തിരിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു മിഷൻ എടുത്തിരിക്കുന്ന ഒരു സംഘടനയാണ് റോട്ടറി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞത്. ഞാനൊരു മിഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾക്ക് മിഷൻ സ്ട്രോങ് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് യാതൊരു അർത്ഥമില്ല. അപ്പം മിഷൻസ് മനസ്സിലേക്ക് ഇന്ന് അത് പൂർണ്ണമായിട്ടും ആ മിഷൻ സക്സസ് ആവുകയും ആ മിഷൻ വിജയിപ്പിച്ച് ഇന്നിപ്പം ലോകത്തിൽ ആകെ 9 പേരെങ്ങാണ്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത് പോളിയോ എഫക്റ്റഡ് ആയിട്ടുള്ളത്. അതും പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അങ്ങനെ 1-2 കൺട്രികളുള്ളൂ. ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒക്കെ തുടച്ചു നീക്കി. അപ്പം മിഷൻ നമ്മൾ എന്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ഉറപ്പായിട്ടും അതിനകത്ത് വിജയമുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു ഗ്രീൻ വേൾഡിന്റെ മിഷൻ, ഞങ്ങളൊന്ന് 100% വിജയത്തിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ആ മിഷൻ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇത്ര ബ്രാഞ്ചസ് വേണം, ഇത്ര പാർട്ട്നേഴ്സ് വേണം, ഇത്ര ടേൺ ഓവർ വേണം, ഇത്ര ഫയൽ ചെയ്യണം, ഇങ്ങനെയൊക്കെ പല മിഷൻസും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. Am I audible? എന്ത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ രാജി? My voice is clear? Hello? Yes, sir. Yes. സ്ക്രീൻ ഷെയർ എത്തുന്നില്ല രാജി. സ്ക്രീൻ ഷെയറിന് മാത്രമേ കാണുന്നുള്ളൂ. ഐ തിങ്ക് നെറ്റ്വർക്ക് ഇഷ്യൂ സംതിങ്. യെസ്.
ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ജസ്റ്റ് ഒരു കാര്യങ്ങൾ ഞാൻ ഇതിലേക്ക് വെച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പം മിഷനെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എന്താണ് നമ്മളുടെ ഇതിനകത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, ഈ മിഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എനിക്ക് യെസ് തരണം. താല്പര്യമുള്ളവർ മതി, ചുമ്മാ അത് മനസ്സിൽ നിന്നായിരിക്കണം കേട്ടോ, മനസ്സിൽ നിന്ന് എനിക്ക് വേണം. അല്ലാതെ ജസ്റ്റ് ഐ ആം ഓൾസോ ജസ്റ്റ് ഞാൻ അറിയാനോ ഇതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാനാ വന്നത്, എന്നിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോകുന്ന ആഗ്രഹവും അങ്ങനെയല്ല. നമ്മളൊരു ടീം വർക്കായിട്ട് നിന്ന് നമ്മളൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് നിന്നിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചിനും ബെനിഫിറ്റ് ഉണ്ടാവണം, നമ്മുടെ ബ്രാഞ്ച് സ്റ്റാഫുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവണം, നമ്മുടെ ക്ലയന്റുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവണം, നമ്മുടെ കസ്റ്റമർക്ക് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവണം, ദ സെയിം ടൈം HOയ്ക്ക് ബെനിഫിറ്റ് ഉണ്ടാവണം, HO സ്റ്റാഫിന് ഉണ്ടാവണം. എല്ലാവരുടെയും നമ്മൾ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് ഒത്തിരി പേർക്ക് സമൂഹത്തിന് ബെനിഫിറ്റ് ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ ഈ ഒരു മിഷൻ കൊണ്ട് നമുക്ക് ഒരു ഗുണകരമായിട്ടുള്ള ഒരു മിഷൻ ആണ്. ആ ഒരു മിഷനിൽ ഇത്രയും കേട്ട സ്ഥിതിക്ക് എന്താണ് മിഷൻ എന്ന് ഞാൻ പറയാൻ പോകുന്നുള്ളൂ. ആ ഒരു താല്പര്യമുള്ളവർ നിങ്ങളുടെ എനിക്ക് താല്പര്യത്തെക്കുറിച്ച് ഒന്ന് യെസ് എന്നോ അല്ല തമ്പെന്നോ താല്പര്യം ഉണ്ടെന്നോ ഉണ്ടെങ്കിൽ ഞാൻ മുമ്പോട്ട് പോവാം. ഇപ്പൊ ഏകദേശം 71 ആളുകൾ നമ്മുടെ ഈ ഒരു മിഷൻ കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ബ്രിജീഷ് യെസ് പറയുന്നുണ്ട്, അലിഫ് കൺസൾട്ടൻസി ഇൻട്രസ്റ്റഡ് പറയുന്നുണ്ട്, OMA ഗ്ലോബൽ നമ്മുടെ കൂടെ ഒപ്പം ഉണ്ട്, രാഹില TK ഉണ്ട്, അപ്സർ ഉണ്ട്. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. 72 ആളുകൾ നമ്മൾ ഇപ്പോൾ തന്നെ, കാരണം ഇപ്പോൾ നമ്മൾ ഈ മിഷന് വേണ്ടി നമ്മൾ ഒന്നിച്ചിറങ്ങാൻ പോവാണ്. ഓക്കെ, രശ്മി ഉണ്ട്. ഓക്കെ, ലെറ്റസ് ഡു. നമ്മൾ ഒന്നിച്ച് നിന്നാൽ ഈ മിഷൻ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമുക്കിനി മിഷനിലേക്ക് പോവാം. എന്താണ് മിഷൻ? എല്ലാവരും ഓക്കെ ആണോ? എന്താണ് മിഷൻ? ഈ മിഷൻ എന്താണ്? എന്തിനു മിഷൻ ചെയ്യണമെന്ന് ആദ്യം, ഇപ്പൊ എൻ്റെ മിഷൻ ഞാൻ സെറ്റ് ചെയ്യുന്നത് എൻ്റെ ഫിനാൻഷ്യൽ നീഡും അതുപോലെ എൻ്റെ സോഷ്യൽ നീഡും എൻ്റെ കമ്പനിയുടെ നീഡും ഒക്കെ വെച്ചിട്ടാണ്. എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ, ഞാനിപ്പം പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി തന്നു അല്ലെങ്കിൽ ഒരു പവർ പോയിന്റ് കൂടെ തന്നു, നിങ്ങൾ ഇത് കേട്ടിട്ട് പോയാൽ ഒരിക്കലും ആവില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 1.5 കോടി രൂപ കടം വീട്ടുകയായിരുന്നു എനിക്ക് 2018 ആദ്യത്തെ എൻ്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞ പോലെ ഒക്കെ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ നിങ്ങൾ അതിനുമായിട്ട് ഒരു കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിൽ എത്തിക്കണം. നിങ്ങൾക്ക് വേണേൽ ചിന്തിക്കാം. നിങ്ങളുടെ ഒരു വീടുണ്ടെങ്കിൽ അടുത്തൊരു വീട് മേടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി മാറി വേറെ ഒരു ഇതിലേക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് എഡ്യൂക്കേഷന് പണം കണ്ടെത്തണമെന്നാണ് നിങ്ങൾക്ക് വേണേൽ ചിന്തിക്കാം. അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ കടം വീടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക ആയിക്കോട്ടെ, നിങ്ങളുടെ ഇന്നത്തെ ഒരു സ്ഥാപനത്തിനെ ഞാൻ ഇത്ര ഒരു ലെവലിലേക്ക് എത്തിക്കുക ആയിക്കോട്ടെ, എന്ത് നിങ്ങൾക്ക് മിഷൻ നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ അത് കേട്ടിട്ട് അങ്ങ് പോവുക മാത്രമായിരിക്കും എന്നും കൂടി ഞാൻ പറയുന്നു. അപ്പം ഗ്രീൻ വേൾഡിന്റെ മിഷൻ 2K23 ഉണ്ടായിരുന്നു, 2K25 ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ 2K30 2030 ആകുമ്പോഴത്തേന് എന്തായിരിക്കണം ഗ്രീൻ വേൾഡ് എന്ന് വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജി ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് ഓരോ ദിവസവും അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങൾ അതിനുവേണ്ടി കാര്യങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ ഓരോ ചെറിയ വിജയങ്ങളിലൂടെ ഞങ്ങൾ ആ മിഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് 2025 മിഷൻ ഞങ്ങൾ 2024 കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങൾ അന്ന് ഗോൾ ചെയ്തത് 1 വർഷം മുമ്പേ ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു കോൺഫിഡൻസിന്റെ പുറത്തിലേക്ക് ഇപ്പോൾ നമ്മളൊരു മിഷൻ 100 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫോർ മൈ പാർട്ട്നേഴ്സ്. ഇത് ഒരു മ്യൂച്വൽ ആണ്. എൻ്റെ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട്, ഈ ഒരു 72 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. യെസ്, നമുക്ക് പോവാം. അടുത്ത സ്ലൈഡിലേക്ക് പോകും. എൻ്റെ വോയിസും എല്ലാം ഓക്കെ ആണോ? അപ്പം നമ്മൾ മിഷൻ 100 ആണ് പോകാൻ പോകുന്നത്. ഈ മിഷൻ 100 നിങ്ങൾ ഇതിനകത്ത് എന്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുള്ള ബെനിഫിറ്റും കൂടെ ഞാൻ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ഈ ഒരു പാർട്ട്ണർ, ഗ്രീൻ വേൾഡിന്റെ പാർട്ട്ണർ X or Y, ഇപ്പം പല പേരുകൾ അറിയപ്പെടുന്നവരുണ്ട്. ഏജൻസി പാർട്ട്ണർ എന്നുള്ളതുണ്ട്, CSP സോഫ്റ്റ്വെയർ എടുത്തവരുണ്ട്, ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സ് ഉണ്ട്, അങ്ങനെ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഏകദേശം 1000-ഓളം പാർട്ട്നേഴ്സ് ഉണ്ട് ഗ്രീൻ വേൾഡ്. അപ്പൊ നിങ്ങൾക്കുള്ള ഈ ഒരു മിഷനിൽ പങ്കെടുത്താൽ എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം സീസൺ ആണ്. അപ്പൊ സീസണിൽ കണ്ണടച്ച് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മളറിയാലോ നമ്മുടെ കയ്യിൽ ചിറകുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ പറക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയാണ് ഈ സീസണെ ഗ്രാബ് ചെയ്തില്ലെങ്കിൽ. സീസൺ നിങ്ങൾ ഗ്രാബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പം നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ചെയ്തില്ലേ വേറൊരാൾ ചെയ്യും. ഇപ്പം എന്താണ് അലിഫ് കൺസൾട്ടൻസി ചെയ്തില്ലെങ്കിൽ സാന്റാമോണിക്ക ചെയ്യും, സാന്റാമോണിക്ക ചെയ്തില്ലെങ്കിൽ OMA ഗ്ലോബൽ ചെയ്യും. അപ്പം പ്ലീസ് ജസ്റ്റ് ദാറ്റ്. അതുകൊണ്ട് സീസണെ ഗ്രാബ് ചെയ്യുക, സീസണെ ട്രെൻഡ് സെറ്റ് ചെയ്ത്, സീസൺ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഈശ്വരന് ഒരിക്കലും നിങ്ങൾക്കാർക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 31-ാം തീയതി ഇങ്ങനെ രശ്മി ഞാനൊരു 2 ലക്ഷം രൂപ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊന്നും തരത്തില്ല. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, ഒരു സീസൺ ആയിട്ട്, അല്ലെങ്കിൽ മിഷൻ 100 ആയിട്ടൊക്കെ ദൈവം തരുന്നത് എന്ന് ഞാൻ ടോട്ടലി ബിലീവിങ്. അപ്പൊ
സീസണെ എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് സീസൺ, എന്താണ് ട്രെൻഡ്, എന്താണ് ട്രെൻഡ്? ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? നിങ്ങൾ വാർത്തകൾ വായിച്ചിട്ടുണ്ടാകും. അമേരിക്കയിൽ, നിങ്ങളൊക്കെ വാർത്ത വായിക്കുന്നവരാണ്, അമേരിക്കയിൽ എന്ത് ട്രെൻഡാണ്, ഗ്ലോബൽ ട്രെൻഡ് എന്താണ്? അതുപോലെ തന്നെ കാനഡ, പണ്ട് ഗ്ലോബൽ എഡ്യൂക്കേഷൻ എന്ന് പറയും, നമ്മളെല്ലാവരും ഇതിനകത്ത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ തന്നെ ഉള്ളവരാണ് കൂടുതലും. 80-90% നിങ്ങൾ ഗ്ലോബൽ എഡ്യൂക്കേഷൻ തന്നെയാണ് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ട്രെൻഡാണ്. കാരണം എന്താണ്? ഇപ്പം സായിപ്പ്, നിങ്ങൾ കഴിഞ്ഞ ദിവസം കൂടെ വായിച്ചിട്ടുണ്ടാവും. പിന്നെ എന്താണ്, ഇപ്പം എൻ്റെ മോന്, അവൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ എന്താ പറയാ, ഇവിടെ അയർലൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, UK പ്രശ്നങ്ങൾ നിങ്ങൾ വായിക്കുന്നുണ്ടാവും. അവിടെ ഇന്ത്യൻസിനെതിരെയുള്ള അത് റേസിസം അവർ നടക്കുകയാണ്. അവർ അവരുടേതായ, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ബംഗാളികൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവരെന്തുണ്ടാവും, നമുക്ക് എപ്പോഴും അവരോടൊരു ഒരു രണ്ടാങ്കര അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ഇപ്പൊ അതുകൊണ്ട് ആളുകളുടെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി മൈഗ്രേഷൻ ചെയ്യണം എന്ന് അധികം പേരും ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. പുതിയ ഇതാണ് പറയുന്നത്, പുതിയ തലമുറ. അവര് ഗ്ലോബലിലെ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് ലോകത്തിൽ എവിടെ സെറ്റിൽ ആവാൻ സാധിക്കും, ഒരു പർട്ടിക്കുലർ കൺട്രിയോ പർട്ടിക്കുലർ ഇതൊന്നുമല്ല, ഏറ്റവും നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഏറ്റവും കുറഞ്ഞ ചിലവിൽ എടുത്തിട്ട് ഏറ്റവും നല്ലയിടത്ത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ പഠിച്ചിട്ടുള്ള, മലേഷ്യയിൽ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് ജോലി കിട്ടി. എവിടെയാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫോ പാർക്ക് കൊച്ചിയിലാണ് കിട്ടിയത്. 60 ലക്ഷം രൂപയാണ് അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി വന്നത്. അവിടെ പഠിച്ചു, പക്ഷെ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പം അവർ ഏത് കമ്പനിയാണ് ജോലി എന്ന് ചോദിച്ചാൽ ഒരു അമേരിക്കൻ കമ്പനിയിൽ. അപ്പം എവിടെ പഠിച്ചിട്ട് എവിടെ ജോലി ചെയ്യാന്നുള്ളതല്ല, എവിടെയും ജോലി ചെയ്യാം. നമ്മുടെ നാട്, നമ്മുടെ ഇഷ്ടംപോലെ പൈസയും അംഗീകാരങ്ങളും ഇഷ്ടംപോലെ ഇതും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട് പോലെ ഒരു നല്ലൊരു സ്ഥലം ലോകത്ത് ഒരിടത്തും ഇല്ല, ഇല്ലേ? ഞാൻ 21 രാജ്യങ്ങൾ യാത്ര ചെയ്ത ആളാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയോട് ചോദിച്ചാലും അദ്ദേഹം പറയും നമ്മുടെ നാടാണ് ബെറ്റർ. പക്ഷേ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നന്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാര്യമുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം തേടി പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡ്. ഇപ്പം രണ്ടാമത്തെ ഒരു ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ സ്കോളർഷിപ്പ്. എല്ലാവരും സ്കോളർഷിപ്പിന്റെ പുറകെയും ഗവൺമെന്റ് ഗ്രാന്റിന്റെയും ഒക്കെ എൻക്വയറീസ് ആണ്. ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ ഇന്നലെ തന്നെ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പുകളിൽ നോക്കിക്കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടുമോ, ഗവൺമെന്റ് ഗ്രാന്റ് കിട്ടുമോ, ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ട്രെൻഡിന്റെ പുറകെയാണ് ലോകം. അല്ലാതെ ഒത്തിരി പൈസ കൊടുത്ത് ലോൺ എടുത്ത് ഒരു ജന്മം തീർത്ത് അല്ലെ വീട് പണയം വെച്ച് പോകാനുള്ള ഒരു ട്രെൻഡ് ഉണ്ടായിരുന്ന ഒരു, ഞാനിപ്പോ പറയുന്ന കറന്റ് ട്രെൻഡാണ് കേട്ടോ. 2 വർഷം മുമ്പ് വരെ ലോൺ എടുത്തും പണയപ്പെടുത്തിയൊക്കെ കാനഡയ്ക്കും UK ഒക്കെ പോയ ആളുകളുണ്ട്. ഇപ്പം പക്ഷെ ആ ഒരു ട്രെൻഡ് കുറഞ്ഞിരിക്കുന്നു. അവരിപ്പം ചോദിക്കുന്ന സ്കോളർഷിപ്പ് ആണ്, ഗവൺമെന്റ് ഗ്രാന്റ് ആണ്, സ്റ്റൈഫൻഡ് ഓറിയന്റഡ് കാര്യങ്ങളാണ്, അല്ലെ? പിന്നെ സെയിം എക്സ്പെൻസ് സ്റ്റഡി ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ അവർ വന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്, എനിക്ക് ഇന്ത്യയിൽ പഠിക്കുന്ന അതേ ചിലവിൽ ഏത് രാജ്യത്ത് എനിക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിലും ബെറ്റർ ആയിട്ടുള്ള ഇന്ത്യയിലുള്ള വേൾഡ് റാങ്കിങ് യൂണിവേഴ്സിറ്റികളിലും ബെറ്റർ ആയിട്ട് എവിടെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവർ ചോദിച്ചത്. ഇതെല്ലാം നമ്മുടെ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളത് ഓപ്പർച്യൂണിറ്റിയെ കണ്ണടച്ച് ഒരു എൻക്വയറി വരുമ്പോൾ അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളുമാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി. അവരുടെ കസ്റ്റമറിന്റെ ഡിമാൻഡ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി. അത് നിങ്ങൾ തിരിച്ചറിയുക. നമ്മളപ്പം ആ ഒരു മാർക്കറ്റ് ട്രെൻഡിനെ നിങ്ങൾക്ക് അതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാൻ സാധിച്ചാൽ അവർ വിജയിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ സാന്റാമോണിക്ക 2018 അവര് കാനഡ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു സമയത്ത് ഭയങ്കര ഇതായിരുന്നു. അവർ ആ ഓപ്പർച്യൂണിറ്റിയെ ഗ്രാബ് ചെയ്തു. ഇന്ന് അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇല്ല. അവര് ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്ത ഒരു രാജ്യത്തേക്ക് കയറ്റി വിട്ടു, അല്ലെ? 7000 പേര്, 8000. അതുകൊണ്ട് അപ്പൊ അതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ ഗ്രാബ് ചെയ്തില്ലെങ്കിൽ, ഇപ്പം ഇന്ത്യയിൽ സെയിം ചെലവിൽ ഏത് രാജ്യത്ത് കുറഞ്ഞ ചെലവിൽ പഠിച്ച് ഒരു ഗ്ലോബൽ എക്സ്പാൻഷനിലേക്ക് പോകാന്നുള്ള ഒരു ട്രെൻഡിനെ നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ അതാണ് അവിടുത്തെ ഓപ്പർച്യൂണിറ്റി. പിന്നെ നമ്മുടെ ഈ മിഷൻ സക്സസ് ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി നാളൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു 3-4 മാസം കൊണ്ട് നിങ്ങളുടെ ഗോളിൽ എത്തും എന്നുള്ളതാണ്. ഞാൻ എന്താണ് ഗോൾ ഞാൻ അടുത്ത സ്ലൈഡിൽ പറഞ്ഞു തരാം. നിങ്ങളുടെ ലക്ഷ്യം എന്താണ് മിഷൻ കണ്ടെന്ന് പറഞ്ഞു. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 10 ലക്ഷം വേണം. ഇതിപ്പം ഒത്തിരി ദിവസം നിങ്ങൾ കാത്തിരിക്കണ്ട, 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു മിഷൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ 3-4 മാസം കൊണ്ട് ഇൻകം കൊണ്ട് തീരത്തില്ല. യു വിൽ ഗെറ്റ് ദ റഫ്. സാറേ വോയിസ് ബ്രേക്ക് ആയി. ഹലോ, ആമ ഓഡിയബിൾ? ഇടയ്ക്ക് നെറ്റ് ഇച്ചിട്ട് പോയായിരുന്നു.
ഇപ്പൊ ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് നെറ്റ് പോയിരുന്നു, സോറി, ഇന്റർനെറ്റിന്റെ എന്തോ ഇഷ്യൂസ് ആണ്. ഇപ്പൊ ഓക്കെ ആണോ? തുടർന്നോട്ടെ? ഓക്കെ ആണോ? ഫൈൻ ഫൈൻ, ഗ്രേറ്റ്. അതായത് ഞാൻ പറഞ്ഞു വന്ന രണ്ട് ടൈപ്പ് ഇൻകം ഉണ്ട് നമുക്ക്. എന്തൊക്കെയാണ്? ആരെങ്കിലും കേട്ടവരൊന്ന് പറയാവോ? രണ്ട് ടൈപ്പ് ഇൻകം ഉണ്ട്. ആരെങ്കിലും എനിബഡി ക്യാൻ റെസ്പോൺസ് ദാറ്റ്? ടു ടൈപ്പ് ഇൻകം നമുക്ക് വേണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എനിബഡി ക്യാൻ റിപ്പീറ്റ്? അതോ ആ സമയത്ത് പോയിരുന്നോ നെറ്റ്? Immediate Yes, income yes. and referral. ഇമ്മീഡിയറ്റ് ഇൻകവും പാസീവ് ഇൻകവും. ഇമ്മീഡിയറ്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് എന്ത് പ്രവൃത്തി ആയിക്കോട്ടെ, സാലറി, ഗവൺമെന്റ് സാലറി മേടിക്കുന്നവരുണ്ടാവും, പബ്ലിക് സാലറി, അതൊക്കെ ഇമ്മീഡിയറ്റ് ഇൻകം എല്ലാ മാസവും നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ആ ജോലി. പക്ഷെ ആ ഒരു പ്രശ്നം, ഇമ്മീഡിയറ്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്നതിന് ഫ്യൂച്ചറിലും കൂടെ നമുക്കൊരു ഇൻകം വരുന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ അതിനെ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താണ്, ഇപ്പൊ ഇൻഷുറൻസ് ഏജന്റുമാർ ഒരു പോളിസി ചേർത്താൽ അവർക്ക് ഫ്യൂച്ചറിലും ആ പോളിസി തീരുന്നതിന് വരെ അവർക്ക് ഒരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. അല്ല, നമ്മളൊരു കട പണിതെടുത്തിട്ട് നമ്മൾ ഷട്ടർ പണിതെടുത്തിട്ട് ഷട്ടർ പണിയുമ്പം നമുക്കൊരു എല്ലാ മാസവും നമുക്ക് റെന്റ് കിട്ടുന്നു, അത് പാസീവ് ഇൻകം ആണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫീൽഡിൽ നമ്മളൊരു കുട്ടിയെ റെഫറൻസ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളൊരു ഒരാളെ ഒരു വിജയിപ്പിച്ചെടുത്താൽ ആ കുട്ടി വേറൊരാളെ റെഫർ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവരുടെ ഫാമിലിയിൽ നിന്നും ഒക്കെ അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വരുന്നതിനെയാണ് ഫ്യൂച്ചർ ഇൻകം എന്ന് പറഞ്ഞാൽ. റെഫേർഡ് ഇൻകം നമുക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ 3-4 മാസം കൊണ്ട് നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളെ റെക്കമെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കൂടുതൽ ആളുകൾ നമ്മളിലേക്ക് അറിയുകയും നമ്മളെ തേടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ. അതാണ് റിഫേർഡ് ഇൻകം ഇൻ ഫ്യൂച്ചർ. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്ന ഈ 3 മാസം കൊണ്ട് ചെയ്യുന്ന ഈ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ എല്ലാവരും ഓക്കെ ആണോ? ഞാൻ മിഷനിലേക്ക് കടന്നോട്ടെ? ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പൊ ഞാൻ ഇതിന്റെ കാതലായ ഏരിയയിലേക്ക് പോകാൻ പോവുകയാണ്. എന്താണ് മിഷൻ 100? 3 ടൈപ്പ് പാർട്ട്നേഴ്സ് ആണ് നമുക്കുള്ളത്. എ കാറ്റഗറി പാർട്ട്നേഴ്സും, ബി കാറ്റഗറി പാർട്ട്നേഴ്സും, സി കാറ്റഗറി പാർട്ട്നേഴ്സും. അപ്പൊ എന്താണ് എ കാറ്റഗറി പാർട്ട്നേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ഓഫീസുകളുണ്ട്, മൾട്ടിപ്പിൾ ബ്രാഞ്ചുകളുണ്ട്, നല്ല ഓഫീസ് സ്റ്റാഫുകളുണ്ട്, നല്ല ഇൻഫ്രാസ്ട്രക്ചറുകളുണ്ട്. ഓൾറെഡി ദേ ആർ ഇൻ വെൽ സെറ്റിൽഡ് ഇൻ ഓൾ ആംഗിൾ. അവര് എല്ലാ ആംഗിളിലും അവരിപ്പോ സെറ്റിൽഡ് ആണ്. അവർക്ക് എന്താണ്, അവർക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ഒരു പന്ത് അടിച്ച്, നമ്മളിപ്പോ ഒരു പന്ത് തട്ടിക്കൊടുത്താൽ ആദ്യത്തെ അടിയിൽ ഇങ്ങനെ മേളിൽ നിൽക്കും എന്ന് പറഞ്ഞ പോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ, അവരൊന്ന് ഉയർത്തെണീറ്റാൽ, അവിടുത്തെ ഓണറും അവരുടെ സ്റ്റാഫുകളും അവരുടെ എല്ലാവരും ഒന്ന് ഉയർത്തെണീറ്റാൽ, കാരണം അവരുടെ എല്ലാം റെഡിയാണ്. ഓൾറെഡി അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ട്, അവരുടെ ബ്രാൻഡ് ഉണ്ട്, അവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ അവർ പല പേരുകളിൽ അറിയപ്പെടുന്നവരാണ്, അല്ലെ? അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇൻഫ്രാസ്ട്രക്ചറും ഓഫീസും എല്ലാം പക്കായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. അവരെയാണ് ഞാൻ എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് പിന്നെ ബി കാറ്റഗറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആവറേജ്, ചിലപ്പം ചില വ്യക്തികളായിട്ട് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അവര് വലിയ ഇൻഫ്രാസ്ട്രക്ചറും വലിയ അണ്ടറിൽ അവർക്ക് സ്റ്റാഫുകളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ വ്യക്തികൾ അവർ ചെയ്യുന്നുണ്ടാവാം, അല്ലെ 1-2 സ്റ്റാഫുകളുണ്ടാവും, അന്ന് അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. അതാണ് ഒരു ആവറേജ് ടൈപ്പ് ഓഫ് ബി കാറ്റഗറി എന്ന് പറയുന്നത്. സി കാറ്റഗറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ നമ്മുടെ ഗ്രീൻ ബെൽറ്റിലൂടെ ഒരു 6 മാസത്തിനുള്ളിൽ വന്നവര്, അല്ലെങ്കിൽ വരാൻ പോകുന്നവര്, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയാ, അവർക്ക് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഓഫീസ് സെറ്റപ്പ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഫേസ്ബുക്ക് ഇല്ല, സോഫ്റ്റ്വെയർ ഇല്ല, അങ്ങനെ എന്നാൽ ജസ്റ്റ് ആണ് ആഗ്രഹമുണ്ട് എന്ന്, ജസ്റ്റ് എല്ലാം എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം മാത്രം ഉണ്ട്, എന്നാൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറോ ടൂൾസും ഇല്ല എന്നുള്ള ആ ടൈപ്പിലുള്ള ആളുകളെയാണ് ഞാൻ സി കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പം ഇവർക്കെല്ലാവർക്കും നമ്മൾ ഇതിനകത്തുള്ള ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 100 days ആണ് നമ്മൾ ഇതിനെ എടുക്കുന്നത്. അപ്പം മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെപ്റ്റംബർ 1-ാം തീയതിയാണ് മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മിഷൻ ഫിനിഷ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് ഞാൻ എല്ലാം ക്ലാരിറ്റി ആയിട്ട് തരാം കേട്ടോ. നിങ്ങൾക്കെല്ലാം വളരെ എഴുതി കറക്റ്റായിട്ട് ഞാൻ തരും. എന്താണ്, ഞാൻ ചുമ്മാ നിങ്ങളോട് ബ്ലാബ്ലാ അടിച്ചിട്ട് പോകുന്ന വ്യക്തിയല്ല. എന്താണ് മിഷൻ ഞാൻ പഠിപ്പിച്ചു തരും, എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരും, എന്ന് തുടങ്ങുമെന്ന് പഠിപ്പിച്ചു തരും. അതായത് ഒരു ഗോൾ ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി സ്പെസിഫിക്, ടൈം ബൗണ്ട്, ആക്ഷൻ ഓറിയന്റഡ്, അച്ചീവബിൾ, അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ തരുവുള്ളൂ. പക്ഷെ മടിയന്മാർക്കും ഇതിനെ ഇഗ്നോർ ചെയ്യുന്നവർക്കും ആറ്റിറ്റ്യൂഡ് പ്രശ്നമുള്ളവർക്കും അല്ലത്. പ്ലീസ് നിങ്ങൾ അതും കൂടെ തിരിഞ്ഞറിയിക്കുക. നിങ്ങൾക്കൊരു അഗ്രസീവ്നെസ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ട്, എന്ത് വന്നാലും തളരില്ല എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ മിഷൻ കൊണ്ട് ഇതൊടിയുള്ളൂ. അപ്പം നമ്മൾ ഈ മിഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ 100 days മിഷനാണ്. മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. മിഷൻ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 10-ാം തീയതിയാണ്.
നോട്ട് ചെയ്ത് വെച്ചോ, മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾക്ക് ഞാൻ ഈ പ്രസന്റേഷൻ തരുന്നത്. ഓക്കെ, ഇത്രയും ദിവസം മുമ്പേ നിങ്ങൾക്ക് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുവരെ നിങ്ങൾക്ക് പ്ലാനിങ് സ്ട്രാറ്റജിയും ഒക്കെ ചെയ്യാം. മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ടുള്ള യാത്ര മാത്രമേ ഉള്ളൂ, യുദ്ധം മാത്രമേ ഉള്ളൂ മുമ്പോട്ട്. പിന്നെ അതിന് വരുന്ന ഓപ്ഷനുകൾ എന്താ പറയാ, ഫിനിഷ് ചെയ്ത് മുമ്പോട്ട് വിജയത്തിൽ പോയി കൊടി നാട്ടുക എന്ന് മാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ. അതിന്റെ മുന്നേ നമ്മൾ മിഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ എ കാറ്റഗറി ഉള്ളവരും ബി കാറ്റഗറി ഉള്ളവരും സി കാറ്റഗറിയിലുള്ളവരും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ ഈ ഒരു കാറ്റഗറിയിലുള്ളതാണ്. അപ്പം എ കാറ്റഗറിയിലുള്ളവർക്കുള്ള ടാസ്ക് ഇതാണ്. നിങ്ങൾ 300 ലീഡ് എന്ന് പറയുന്നത് പലരുടെയും തെറ്റിദ്ധാരണയുണ്ട്. ലീഡും ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് ലീഡ്, എന്താണ് ഡേറ്റ എന്നുള്ള വ്യത്യാസം പറയാൻ പറ്റുമോ? എനിബഡി ക്യാൻ? വാട്ട് ഈസ് ലീഡ്, വാട്ട് ഈസ് ഡേറ്റ? കാരണം ലീഡും ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല. നിങ്ങളുടെ പലരുടെയും പ്രശ്നം, ഞാൻ ഇത്ര ശ്രമിച്ചു എനിക്ക് റിസൾട്ട് വരുന്നില്ല എന്നുള്ളത്. പറഞ്ഞോളൂ. ഡാറ്റ ജനറലാണ്, ലീഡ് നമുക്ക് മാത്രമുള്ളതാണ്. യെസ്, ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എത്തുമെന്ന് നമുക്ക് ഉറപ്പുള്ള, അതാന്ന് പറഞ്ഞാൽ ഒരു എൻക്വയറി ഇങ്ങോട്ട് വന്ന്, ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ ഒരു സ്റ്റാറ്റസ് ഇട്ടു, നിങ്ങൾ ഒരു സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റാറ്റസ് ഇട്ടു അല്ലേ? അപ്പൊ ആ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് 100% ഇങ്ങോട്ട് ഒരു എൻക്വയറി വന്നു. അല്ല, നിങ്ങളൊരു ഫേസ്ബുക്ക് ആഡ് ചെയ്തു, നിങ്ങൾക്ക് ഇങ്ങോട്ട് ലീഡ് വന്നു. ഓക്കെ, അല്ല നിങ്ങൾ ഇനിയും എന്താ പറയാ, നിങ്ങൾക്ക് ഒരു റെഫറൻസിൽ കൂടെ വരും, നിങ്ങളുടെ ഒരു വൈഫിന്റെ കസിൻ പോകണമെന്ന് പറഞ്ഞു, അതെല്ലാം ലീഡ്സ് ആണ്. മനസ്സിലായില്ല? അതാണ് ഞാൻ പറയുന്നത്, ലീഡ്സ് ആണ്. ബാക്കി ഡാറ്റ, ഇപ്പൊ നിങ്ങൾ ടെലികോളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് +2ന്റെ ഡാറ്റ മേടിച്ചു, അല്ലെങ്കിൽ 2000 ഡാറ്റ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, ദാറ്റ് ഈസ് ഓൺലി ഡാറ്റ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെമിനാർ നടത്തി, അവിടെ കുറെ പേര് വന്നു, അതെല്ലാം ഡാറ്റകളാണ്. പക്ഷെ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്നതിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടത് എ കാറ്റഗറിയിലുള്ള ഒരാള് 3 മാസം കൊണ്ട്, നമ്മൾ ഈ പറഞ്ഞ പീരീഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 300 ലീഡ് ഉണ്ടാക്കും. എ കാറ്റഗറി 300 ലീഡിൽ നിന്ന് 100 വിസ നമ്മൾ എത്തിച്ചിരിക്കും. 1 കോടി രൂപ എ കാറ്റഗറിയിലുള്ളവർക്ക് അച്ചീവ് ചെയ്തിരിക്കും. 1 കോടി രൂപ 3 മാസത്തിനുള്ളിൽ. നിങ്ങളൊന്ന് ഡ്രീം ചെയ്തുകൊണ്ട് നോക്കും. 3 മാസം ഈ ഒരു മിഷൻ 100ൽ പ്രവർത്തിച്ചാൽ, എ കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിലും ബി കാറ്റഗറി ആണെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്താൽ, ഇപ്പം സി കാറ്റഗറി ഉള്ളവർക്ക് 100 വിസ കിട്ടത്തില്ല എന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും കിട്ടും. ബി കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ നമ്മൾ 100 ലീഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം 100 ലീഡ് എന്ന് പറഞ്ഞാൽ എത്ര ഡേറ്റയിൽ നിന്നായിരിക്കും എന്ന് ചോദിച്ചാൽ, ഒരു × 10, 3000ൽ നിന്നാണ് ചിലപ്പോൾ നമുക്ക് 300 ലീഡ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ 1000 എൻക്വയറിയിൽ നിന്നാണ്, ഒരു ഡേറ്റയിൽ നിന്നായിരിക്കും നമുക്കൊരു 100 ലീഡിലേക്ക് വരുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഓക്കെ, എ കാറ്റഗറിയിലുള്ള ഒരാൾ 300 ലീഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, 100 വിസ നമ്മൾ വിജയിച്ചിരിക്കും, 1 കോടി രൂപ നിങ്ങളുടെ കമ്പനി അക്കൗണ്ടിലേക്ക് വന്നിരിക്കും. അതാണ് മിഷൻ. നമുക്ക് ഇത്രയും പൈസ ഉണ്ടാക്കുക, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞത് ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾക്ക് ഫ്യൂച്ചർ ഇൻകം കിട്ടും, നിങ്ങളുടെ കമ്പനി ബ്രാൻഡ് ആവും, നിങ്ങൾക്ക് റെഫറൽ ഇൻകം വരും, ഒക്കെ ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഓക്കെ, അപ്പൊ ബി കാറ്റഗറിയിലുള്ള ഒരു 100 ലീഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. 30 വിസ അച്ചീവ് ചെയ്യുക, 30 ലക്ഷം രൂപ നിങ്ങളുടെ പോക്കറ്റിലേക്ക് കൊണ്ടുപോവുക. 3 മാസം കൊണ്ട് 30 ലക്ഷം രൂപ. ഓക്കെ, സി കാറ്റഗറി, നിങ്ങളുടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾ 100 മീറ്റർ ഓടാൻ പോകുന്നുള്ളൂ, നിങ്ങൾക്ക് വിജയിക്കുന്ന യാതൊരു ഉറപ്പുമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അറ്റ്ലീസ്റ്റ് യു ഷുഡ് ട്രൈ. ഒരു 100 മീറ്റർ ഓടുന്നതിന് മുമ്പ് തന്നെ പുറകോട്ട് വന്ന് നിൽക്കുന്നതല്ല. ധൈര്യമായിട്ട് ഓട്, റിസൾട്ട് ദൈവം തരുന്നതാണ് അല്ലേ. വി ഷുഡ് ട്രൈ. അങ്ങനെയുള്ളവർക്കാണ് നിങ്ങൾ ഒരു 50 ലീഡ് ഒരു 3 മാസം കൊണ്ട് ഉണ്ടാക്കുക. ഒരു 15 വിസ നിങ്ങളുടെ പോക്കറ്റിലേക്ക് കൊണ്ടുപോകും, ഒരു 15 ലക്ഷം രൂപ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ ചെലവാക്കൂ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മിഷൻ ഇനിയിപ്പോ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആർ യു എക്സൈറ്റഡ്? നിങ്ങൾ റെഡിയാണോ? ഉറക്കം തൂങ്ങികൾക്കും ഒരു ആക്ഷൻസും ഒരു പ്ലാനിങ്ങും ഒന്നും ഇല്ലാത്ത ആളുകൾക്കല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് വളരെ അഗ്രസീവായിട്ട്. ആർ യു റെഡി? ഞാനിപ്പോ നിങ്ങൾ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു തരുന്ന ഒരു ലീഡർ അല്ല. എങ്ങനെ ചെയ്യണമെന്നും നിങ്ങൾക്ക് വഴിയും കാണിച്ചു തരും. നിങ്ങൾക്ക് വഴിയും കൂടെ ഞാൻ തെളിയിച്ചു തരും, വെറുതെ അല്ല. ഓക്കെ, ഈ വഴി അതുപോലെ നിങ്ങൾ ഓരോ ദിവസവും ചെയ്യണം. എന്നിട്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത പോലെ ഓരോ ദിവസവും നിങ്ങൾ അത് മോണിറ്റർ ചെയ്യണം, നിങ്ങൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. തടസ്സങ്ങൾ വന്നാൽ ഓവർകം ചെയ്യണം. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സുമായിട്ടും ഞാനുമായിട്ടും നമ്മുടെ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക നമ്മൾ എത്തിക്കുന്നു, നമ്മളൊരു ടീം വർക്കായിട്ട്. ഓക്കെ, ആർ യു റെഡി? ഐ നീഡ് യുവർ പെർമിഷൻ. എനിക്ക് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. യെസ്, ഗ്രേറ്റ്.
ഒത്തിരി എസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. അപ്പോൾ എല്ലാവരും അഗ്രസീവ് ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏകദേശം 78ഓളം ആളുകൾ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചാൽ ഒരു സമൂഹത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിക്കും. ഈ ചലനം എന്ന് പറയുന്നത്, അതിന്റെ ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനിക്ക് മാത്രമല്ല, സമൂഹത്തിന് മാത്രമല്ല, ടോട്ടലി നമ്മൾ ഇത്രയും പേര് ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ചലനം നമുക്ക് സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പറ്റും. നിങ്ങളുടെ പേഴ്സണൽ ഗോൾ അച്ചീവ് ചെയ്യും. നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ ഒരു വിജയത്തിലേക്ക് നമ്മൾ പോകുന്നുള്ളതാണ് ഈ ഒരു മിഷന്റെ പ്രത്യേകത. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് തരൂ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എല്ലാവരും, എവരിബഡി, യെസ്, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഓക്കെ, അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒരു മിഷന് നിങ്ങളോട് ഗോൾ സെറ്റ് ചെയ്തു, നിങ്ങളുമായിട്ടുള്ള നമ്മുടെ ഒരു 100 days പ്ലാൻ ചെയ്തു. അപ്പം ഹെഡ് ഓഫീസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഹെഡ് ഓഫീസിന്റെ സപ്പോർട്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ മിഷനിലേക്ക് താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ മിഷൻ ഇതിനകത്ത് ജോയിൻ ചെയ്യണം. നമ്മുടെ ഒഫീഷ്യലായിട്ട് മിഷനകത്ത് ജോയിൻ ചെയ്യണം. അല്ല ചുമ്മാ ബ്ലാങ്ക് ആയിട്ട് പോലെ താല്പര്യമുള്ള ആളുകൾ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എ കാറ്റഗറി ആയിക്കോട്ടെ, ബി കാറ്റഗറി ആയിക്കോട്ടെ, സി കാറ്റഗറി ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് ഇനിയും ഒരു മുമ്പോട്ട് പോകണമെന്ന് ജസ്റ്റ് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നമ്മളുമായിട്ട് ജോയിനിങ് ഫോം ഫില്ല് ചെയ്യുക. ജോയിനിങ് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ഓഫീസ് ഈ വക സപ്പോർട്ടുകൾ നിങ്ങൾക്ക് തരും. ഒന്ന്, ഒരു സ്റ്റാഫിനെ, ഒരു എക്സ്ക്ലൂസീവ് സ്റ്റാഫിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് സ്റ്റാഫിനെ അതിന്റെ സാലറി ഹെഡ് ഓഫീസാണ് കൊടുക്കുന്നത്. ആ എക്സ്ക്ലൂസീവ് സ്റ്റാഫ് നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനും, നിങ്ങളെ ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് ആയിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലയന്റുമായിട്ട് സംസാരിക്കാനും, നിങ്ങളുടെ കാര്യങ്ങൾ, ഒബ്ജക്ഷൻ നിങ്ങൾക്ക് കോഴ്സ് ഫൈൻഡ് ചെയ്ത് തരാനും, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും HOയിൽ നിന്ന് ഒരു എക്സ്ക്ലൂസീവ് സ്റ്റാഫിനെ നിങ്ങൾക്ക് നമ്മളും കൂടെ തരാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ്. എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ പണിയെടുക്കുക എന്നുള്ളതല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇങ്ങോട്ട് കുറച്ച് ഡേറ്റ എന്നിട്ട് വിളിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞാൽ ആരും ഇവിടെ പണിയെടുക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ട ലീഡ്സ് ആണ്. ലീഡ്സും എൻക്വയറിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. എവിടെ നിന്നും സ്കൂളിന്റെ 10 ഡേറ്റ എടുത്തുകൊണ്ട് ഹെഡ് ഓഫീസിന് കൊടുത്തിട്ട് നിങ്ങൾ വിളിച്ചത് ശരിയായില്ല, ഞാൻ ഇത്ര ഡേറ്റ എന്ന് പറഞ്ഞാൽ ആരും നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനില്ല. നിങ്ങൾ പ്രോപ്പർ ലീഡ് അല്ലെങ്കിൽ പ്രോപ്പർ എൻക്വയറി തന്നാൽ നമ്മളൊരു ടീം വർക്കായിട്ട് നിങ്ങളുടെ സ്റ്റാഫും നിങ്ങളും HOയിലെ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റാഫ് കൂടെ ചേർത്ത് അവരുടെ പ്രോബ്ലത്തിന് ഒരു സോൾവ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിനെ സക്സസ് ആക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ പണി ഡബിൾ ആക്കുക എന്നുള്ളതല്ല. അങ്ങനെ താല്പര്യമുള്ളവർക്ക്, നിങ്ങൾക്ക് ഹെഡ് ഓഫീസ് സ്റ്റാഫ് വേണം, നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് സ്റ്റാഫ് വേണം എന്നുള്ളവർ എനിക്ക് തമ്പായിട്ടോ യെസ് 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 എന്ന് പറയുക, യെസ് എസ് എസ് എന്ന് തരിക. താല്പര്യമുള്ളവർക്ക് മാത്രം മതി. ഇല്ലാത്തവർ നിങ്ങളുടെ ആ ലോകത്തിൽ പോക്കോ, ആരും നിങ്ങളുടെ പുറകെ വരാൻ പോകുന്നില്ല. നിങ്ങൾ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. ഐ നീഡ് ദ ടീം ഓഫ് എന്താ പറയാ, ഒരു അഗ്രസീവ് ടീം. നമ്മൾ ഒന്നിച്ച് നിന്ന് നമുക്ക് ഒത്തിരി പേര് വിജയിക്കാൻ പറ്റുന്ന, നമ്മളറിയാലോ, ഇപ്പൊ ഞാനാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ഒരു സക്സസ് ടീമിനോടൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വിജയിക്കുക. എന്ന് പറയില്ലേ, കല്ലിനും ഇപ്പം മുല്ലപ്പൂമ്പൊഴി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗന്ദര്യം എന്നൊക്കെ പറയുന്ന പോലെ, നല്ല പൂമ്പൊടിയോടൊപ്പം ചേർന്നാൽ ഉറപ്പായിട്ടും നമ്മളും വിജയിക്കും എന്ന് പറയുന്ന പോലെ, നമ്മളിപ്പം രാവിലെ മോശം വാർത്തകളൊക്കെ കണ്ട് മോശം കാര്യങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെയാവും. ഇപ്പൊ ഫേസ്ബുക്കിൽ നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നെങ്കിൽ, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന മോശം കാര്യങ്ങൾ നമ്മളെ കാണിക്കും. പക്ഷെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ, നമ്മൾ മോശം അല്ലാത്ത നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമ്മൾ സക്സസീവ് പീപ്പിൾസിനോടൊപ്പമാണ് നമ്മൾ ചേരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിനകത്ത് വിജയിക്കും എന്നുള്ളതാണ്. ഓക്കെ, എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അടുത്തത്, ഫ്രീ വീഡിയോസും പോസ്റ്റേഴ്സും നിങ്ങൾക്ക് ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ബ്രാൻഡാക്കി നിങ്ങൾ മാറ്റി നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾ പരമാവധി കണ്ടന്റുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും, പുതിയ അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കും, പുതിയ സപ്പോർട്ടുകൾ തന്നുകൊണ്ടിരിക്കും, പുതിയ ഫ്രീ വീഡിയോസും ക്ലയൻസും ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് ടെസ്റ്റിമോണിയസും വീഡിയോസും ഒക്കെ ഞാൻ തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കാനെന്നുള്ളതും, നിങ്ങൾ ലീഡ് അത് ഉപയോഗിച്ച് പെയ്ഡാടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിജയിക്കുക എന്നുള്ളതാണ്. പിന്നെ ഫ്രീ വെബിനാർ സപ്പോർട്ട് വേ ചെയർമാൻ ആൻഡ് ടീം. നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, എനിക്ക് മണിക്കൂറിന് 10,000 രൂപ പേ ഔട്ട് ഉള്ള ഒരാളാണ് ഞാൻ. ഇന്ന് എൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ എത്ര മണിക്കൂർ 10 മണിക്കൂർ ജോലി ചെയ്താൽ എനിക്ക് 1,00,000 രൂപ എനിക്ക് പേയ്മെന്റ് ചെയ്യാൻ പല ഇന്റർനാഷണൽ കരിയർ കൗൺസിൽ കരിയർ ഗൈഡൻസിന് പോകുമ്പോഴും ഒരു മണിക്കൂറിന് 10,000 രൂപയാണ് എൻ്റെ വില. ഞാനിട്ട വിലയല്ല കേട്ടോ, ഇന്ന് എൻ്റെ മാർക്കറ്റ് വിലയാണ്. ഐ എം നോട്ട് ജോക്കിംഗ്. ഞാനൊരു 4 മണിക്കൂർ എവിടെയെങ്കിലും ഒരു അടുത്ത് ക്ലാസ് എടുത്ത് പോയാൽ എനിക്ക് 40,000 രൂപ കിട്ടാറുണ്ട്, സ്കൂളുകളും കോളേജുകളും ഒക്കെ. എന്ന് പറഞ്ഞ പോലെ ചെയർമാന്റെ സമയം നിങ്ങൾക്ക് വേണ്ടി, സമയമാണ് ഏറ്റവും വലുത്. ചെയർമാൻ ഉൾപ്പെടെയുള്ള ഗ്രീൻ വേൾഡിന്റെ ആളുകളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ വെബിനാർ, ഇതിന് വില കൽപ്പിക്കാതിരിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അദ്ദേഹം വന്നു കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി. അതിനെ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടി വെബിനാറുകൾ, ഞാനിപ്പം അമേരിക്കയിലാണെങ്കിലും അല്ല ബ്രിട്ടനിലാണെങ്കിലും അല്ല യൂറോപ്പിലാണെങ്കിലും അല്ല ഇനി കട്ടപ്പനയാണെങ്കിലും എറണാകുളത്താണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫിക്സ് ചെയ്യുവാണ്, സാർ നമുക്കൊരു വെബിനാർ എൻ്റെ ബ്രാഞ്ചിന് വേണ്ടി, അത്
നിങ്ങളുടെ പേരിൽ വന്ന് ഒരു ഇന്റർനാഷണൽ കരിയർ കൗൺസിൽ വന്ന് ഒരു ഇപ്പൊ എക്സാമ്പിൾ മലേഷ്യ അഡ്മിഷൻ ഡേ എന്ന് പറഞ്ഞ് നിങ്ങൾ വെക്കുന്നത് വിചാരിക്കുക. അപ്പൊ അന്ന് നിങ്ങളുടെ സ്റ്റാഫിനും നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ക്ലയന്റിനെ നിങ്ങൾ ഒരു 100 ലീഡ് നിങ്ങൾ ജനറേറ്റ് ചെയ്ത ആ 100 ലീഡ് പേരൻസിനും കുട്ടികൾക്കും വേണ്ടി ഉള്ള വെബിനാർ നടത്തി അവരെ ക്ലോസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെമിനാർ നടത്തിയിട്ട് ചെയ്യാനുള്ള സെമിനാറുകളും നടത്തി തരാം. സെമിനാറുകളും നിങ്ങൾക്ക് വേണ്ടി ഫിക്സ് ചെയ്യുവാണ്, സെമിനാർ നടത്തി തരാം. പക്ഷെ സെമിനാറിന് ആയിരിക്കില്ല, സെമിനാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവയർനെസ് സെമിനാർ ആയിരിക്കില്ല. നിങ്ങൾ അഡ്മിഷൻ ഇപ്പൊ സാന്റാമോണിക്കൊക്കെ നടത്തുന്ന പോലെ എക്സ്പോ നിങ്ങൾ നടത്തുവാണെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ ടീമും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്യുവർ വൈറ്റ് ലേബർ, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പം യൂണിവേഴ്സിറ്റി റെപ്പുകളെ കൊണ്ടുവരും, അതുപോലെ തന്നെ ഞാൻ വരും, എൻ്റെ ടീം വരും. അതോടൊപ്പം ബാങ്കിങ്ങിൽ നിന്ന് ലോൺ കൊടുക്കുന്നവരുണ്ടെങ്കിൽ ലോൺ അവരെ ഞങ്ങൾ കൊണ്ടുവരും, ഷോമണി കൊടുക്കുന്നുണ്ട് അവരെ കൊണ്ടുവരും. അങ്ങനെ നിങ്ങൾക്ക് ഒരു എക്സ്പോ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ഡു ദാറ്റ്. അത് പക്ഷേ ചുമ്മാ ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ടതല്ല, നിങ്ങളത് പ്ലാൻ ചെയ്ത് റിസൾട്ട്, കാരണം അതിന് എക്സ്പെൻസ് ഉണ്ട്. ഒരു എക്സ്പോ നടത്തുമ്പോൾ ഡെഫിനറ്റ്ലി എക്സ്പെൻസ് ഉണ്ട്. നിങ്ങൾ ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ ആ എക്സ്പോയ്ക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 കോടി രൂപ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്പോ ചെയ്താൽ മതി എന്നും കൂടെ ഞാൻ അതിനെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ. പിന്നെ വിസ അസിസ്റ്റൻസും ഡോക്യുമെന്റേഷൻ നിങ്ങൾ ഒരു ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക തന്ന് അതൊന്ന് വിജയമായി കഴിഞ്ഞാൽ അതിന്റെ വിസയും ഡോക്യുമെന്റേഷൻ അല്ല ഹെഡ് ഓഫീസാണ് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നത്. ഇന്ന് ഇന്ത്യയിൽ ആരുമില്ല ഇതുപോലെ ചെയ്തു തരുന്നത്. വിസയും ഡോക്യുമെന്റേഷനും എല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ആരും ഒന്ന് ഗ്രീൻ വേൾഡ് ഒഴികെ ഇന്ന് ഒരാളും കൂടെ ഇല്ല. അങ്ങനെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ ആരുമില്ല നിങ്ങൾ തിരിച്ചറിയുക. വിസയും ഡോക്യുമെന്റേഷൻ അസിസ്റ്റൻസ് ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. പിന്നെ ക്ലയന്റ് പ്രസന്റേഷൻ, ക്ലയന്റ് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് നമ്പർ വന്നിട്ട് അവരെ ഒന്ന് ക്ലയന്റിനെ വിളിക്കുവോ എന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കില്ല. നിങ്ങളും നിങ്ങളുടെ സ്റ്റാഫും കൂടി ഒരു മീറ്റിങ്ങോ കോൺഫറൻസോ എടുത്തിട്ട് ക്ലയന്റിന് പ്രസന്റേഷൻ നേരിട്ട് കൊടുത്ത് അവരുടെ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്ത് അന്നേരം തന്നെ വെബിനാറും സെമിനാറുകളും നടത്തി ഞങ്ങൾ ഇവിടുന്ന് റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ട്രെയിനിങ്, നിങ്ങൾക്ക് ഓണേഴ്സിന് ഫ്രീ ട്രെയിനിങ്ങുകൾ, നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് വേണമെങ്കിൽ ഫ്രീ ട്രെയിനിങ്. ഇപ്പം നമുക്ക് ഒത്തിരി സമയമില്ല, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. കുറേ നാളുകളായിട്ട് ഇതിനകത്ത് പലരും പങ്കെടുക്കാത്തവരുണ്ട്, അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്, റെക്കോർഡ് വീഡിയോ തന്നിട്ടുണ്ട്. കുറെ നാളുകളായിട്ട് ഞങ്ങൾ ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു, ഇനിയും നമ്മൾ തരാം. ഇനിയിപ്പം നമുക്ക് മുന്നൊരുക്കങ്ങൾക്ക് സമയമില്ല, ഇനിയിപ്പോൾ ആക്ഷൻ ഉള്ള സമയമാണ്. 1-ാം തീയതി തൊട്ട് അടുത്ത 100 ദിവസവും നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ ഈ 100 ദിവസം കൊണ്ട് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ സോഫ്റ്റ്വെയർ ടൂൾസുകൾ നിങ്ങൾക്ക് കിട്ടുന്ന, അതായത് ഞങ്ങളുടെ കൂടെ ബിസിനസ് അസോസിയേറ്റ് ആയിട്ടും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുള്ള ആളുകൾക്ക്, വാങ്ങാത്തവർക്ക് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കിട്ടില്ല. പുതിയ സോഫ്റ്റ്വെയറിനകത്ത് കുറേ അധികം അപ്ഡേഷൻസ് ഞങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് വിസ കിട്ടുന്ന കുറേ കൺട്രികളുടെ അല്ലെങ്കിൽ ഈസി ഫൈൻഡിങ് ഉള്ള സോഫ്റ്റ്വെയർ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്ത്, ടൂൾസ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്ത്, പുതിയ ടെക്നോളജി AI ഒക്കെ ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നിലവിലുള്ള സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുള്ളവർക്ക് ഞങ്ങൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു എന്താ പറയുക, നമ്മുടെ കയ്യിൽ വജ്രായുധം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശ്രീകൃഷ്ണന്റെ അർജുനന്റെ ഇവരുടെ ആയുധങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പല ടൈപ്പ് ആയുധങ്ങൾ ഉണ്ടെങ്കിൽ, എന്താ പറയാ, നമ്മുടെ ബ്രഹ്മോസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഉള്ള ടൂൾസും കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ യാത്ര കുറച്ചും കൂടെ നമുക്ക് ഈസി ആവും എന്നുള്ളതും കൂടെയാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത്. ആർ യു റെഡി? 82 പേരാണ് എത്തിയിരിക്കുന്നത്, 1, 2 അല്ല, 82 പേര്. ഐ എം വെരി ഹാപ്പി. സാധാരണ 40 പേര് 45 പേരൊക്കെ ഉണ്ടായിരുന്നു, ഇരട്ടി ആളുകളാണ് വന്നിട്ടുള്ളത്. ഐ ആം വെരി താങ്ക്ഫുൾ ടു ഓൾ ഓഫ് യു. അപ്പം HO സപ്പോർട്ടിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി, നമുക്ക് അവസാനം ക്വസ്റ്റ്യൻ ആൻസറിലേക്കൊക്കെ നമുക്ക് പോകാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഐ വിൽ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ഇൻ ഓൾ ആംഗിൾസ്. ഇതുവരെയുള്ള ക്ലിയർ ആണെങ്കിൽ നമുക്ക് മുമ്പോട്ട് ആണ്. ഇനിയിപ്പം HO സപ്പോർട്ട് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത കാര്യത്തിലേക്ക്, നമ്മുടെ അടുത്ത സ്ലൈഡ് തരുമോ എനിക്ക് രാജി? സ്ലൈഡ് പ്ലീസ്. ഗ്രേറ്റ്. അപ്പം ഇനിയാണ് ഇതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള, ഞാൻ ഇൻകം കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, ഇത് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി ഒരു മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പൊ ജിത്തു പറഞ്ഞ പോലെ അവസാന നിമിഷം ഒരു അട്രാക്ഷൻ, ഒരു സസ്പെൻസ് അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് അവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രവൃത്തി നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ, നെറ്റ് പോയല്ലോ, കേൾക്കുന്നുണ്ട്. ഒരു സെക്കൻഡേ. സോറി, എനിക്ക് ഒന്നുമില്ല, ഒരു സെക്കൻഡ്. ആരെങ്കിലും ഒന്ന് വരുമോ? ഡെൽറ്റ പ്ലീസ് കം. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത്
താങ്ക് യു ഡെൽറ്റ. ഇതാണ് ഞങ്ങളുടെ മിഷൻ ടീം, എല്ലാവരും റെഡിയാണ്. ഇപ്പം ക്യാപ്റ്റൻ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് വന്നു കഴിഞ്ഞാൽ അന്നേരം ഓടി വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഞങ്ങൾ മിഷൻ, അതാണ് ഞങ്ങളുടെ മിഷൻ. ചെറിയ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ താങ്ക് യു ഡെൽറ്റ. ഓക്കെ, അപ്പം നമ്മുടെ ഈ അവാർഡ് ആൻഡ് റെക്കഗ്നേഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റ കാറ്റഗറി ആളുകൾക്ക് നമ്മൾ ഈ പ്രാവശ്യം ന്യൂ ഇയർ വിദേശത്ത് ആഘോഷിക്കും. ഡിയർ ഫ്രണ്ട്സ്, ആർ യു റെഡി? ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ വിദേശത്ത് ആഘോഷിക്കാൻ താല്പര്യമുള്ള ഈ ഒരു മിഷൻ നമ്മൾ വിജയിപ്പിച്ചിട്ട് വിദേശത്ത് താല്പര്യമുള്ളവരൊന്ന് എനിക്കൊരു എസ് തരൂ പ്ലീസ്. ചുമ്മാ ഇങ്ങനെ ആഞ്ഞു തൂഴി ഉറക്കം തൂങ്ങി സ്വന്തം നാട്ടിൽ കൂടെ നടക്കാതെ ന്യൂ ഇയർ ഒക്കെ നമുക്ക് വിദേശത്ത് ഒന്നിച്ച് ആഘോഷിക്കുന്നു എന്ന് നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു നോക്കിയേ, നിങ്ങളൊന്ന് ഡ്രീം ചെയ്ത് നോക്കിയേ. ഓക്കെ, ഏ കാറ്റഗറിയുള്ള ആളുകൾ ഈ മിഷൻ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ 2 ഓണറിനും 2 സ്റ്റാഫിനും നമ്മൾ വിദേശത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ന്യൂ ഇയർ നമ്മൾ ആഘോഷിക്കും. പ്ലസ് അവിടെ നിങ്ങൾക്ക് ഇത് അവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ കിട്ടുക മാത്രമല്ല, അവിടെ നമ്മൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടിട്ടുള്ള കോളേജിൽ നിങ്ങൾ അവിടെ പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇൻഡസ്ട്രിയൽ വിസിറ്റ് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഞാൻ തന്നെ ഫസ്റ്റ് കഴിഞ്ഞ വർഷം എൻ്റെ സ്റ്റാഫുകളെ ഞാൻ സിംഗപ്പൂർ വിട്ടു, അതുപോലെ പലരും വിട്ടു. എന്നിട്ട് അവിടെ പോയി അവർ ആ കോളേജിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ വീഡിയോസ് എടുത്തു. അവരുടെ കോൺഫിഡൻസ് എത്ര ലെവലായി ഇല്ലേ? അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം 2000 യൂണിവേഴ്സിറ്റികളായിട്ട് ഞാൻ ടൈപ്പ് ഉണ്ട്. എല്ലാം ഞാൻ യൂണിവേഴ്സിറ്റിയുടെ അവിടെ നേരിട്ട് പോയിട്ട് എൻ്റെ കോൺഫിഡൻസ് ഈസ് എൻ്റർലി ഇതാണ്. അപ്പം ഞാൻ അവിടെ നമ്മൾ പോകുമ്പോൾ ഒരു ടൂർ മാത്രമല്ല, അവിടെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ചെയ്യുന്നു. അവിടെയുള്ള ഓൾഡ് സ്റ്റുഡൻസ്, നമ്മൾ വിട്ടിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു. അവരിൽ നിന്ന് നമ്മൾ ടെസ്റ്റിമോണീസ് എടുക്കുന്നു. നമ്മൾ അവിടെ നിന്നിരുന്ന് ഇപ്പൊ എക്സാമ്പിള് എന്താണ്, ഇപ്പൊ അബ്ദുള്ള സാറിന്റെ സ്ഥാപനത്തിന്റെ പേരെന്താ, എന്ത് ട്രാവലാണ്? ഇപ്പൊ ആ ട്രാവല് അവിടെ നിന്നുകൊണ്ട് ഒരു വീഡിയോ എടുക്കുകയാണ് കോളേജിന്റെ. ഞാനിതാ ഇന്ന സ്ഥലത്തിനാണ്, അതായത് ഞാനിപ്പോ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ മലേഷ്യയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മലേഷ്യ ഇന്ന കോളേജിന്റെ മുന്നിലാണ്, എന്റെ സ്ഥാപനം ഇതാ. അവിടെ നിന്ന് നമ്മൾ വീഡിയോ റീൽ മേക്ക് ചെയ്യും. നിങ്ങളുടെ പേരിൽ അല്ലാതെ ഗ്രീൻ വേൾഡിന്റെ പേരിലൊന്നും അല്ല, നമ്മൾ അവരുമായിട്ട് ഇത് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്ലീസ് ഇമാജിൻ ദാറ്റ്. ഓക്കെ, നമ്മൾ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളെ 2 ഓണറിനെയും 2 സ്റ്റാഫിനെയും നമ്മൾ എന്ത് ചെയ്യും? വിദേശത്ത് കൊണ്ടുപോകും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യും. നമ്മൾ ഒന്നിച്ചു പോവും. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഒരു 2 ദിവസത്തെ ട്രെയിനിങ് നിങ്ങൾക്ക് വിത്ത് സ്റ്റേയോടുകൂടി നിങ്ങളും നിങ്ങളുടെ സ്റ്റാഫുകൾക്കും ഒരു നല്ലൊരു ലൊക്കേഷനിൽ, മൂന്നാർ പോലെയുള്ള അല്ലെങ്കിൽ ഇടുക്കി പോലെയുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ല കൂളായിട്ടുള്ള കൂളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ആയുധമാണ്. ഇപ്പൊ നമ്മളിത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ബൂസ്റ്റിംഗ് ആണ് ട്രെയിനിങ്. അതിനകത്ത് ട്രെയിനിങ്, നോളജ് ഷെയറിംഗ് ഉണ്ടാവാം, മോട്ടിവേഷൻസ് ഉണ്ടാവാം, അപ്ഡേഷൻസ് ഉണ്ടാവാം. അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്, അല്ലെ? ട്രെയിനിങ് നമ്മുടെ ഒരു കോടാലിയാണ്, നമ്മുടെ ഒരു ആയുധമാണ്. നമ്മളൊരു മരം വെട്ടുന്ന പോലെ, മരം വെട്ടാനാണ് നമ്മുടെ ആയുധം പോലെ, നമ്മുടെ ആയുധം ഷാർപ്പ് ചെയ്യുമെന്ന് പറയില്ലേ? എന്ന് പറയുന്ന പോലെ ആണ് നമ്മുടെ ഓരോ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ ഒരു പക്ഷേ നമുക്ക് കിട്ടുന്ന എത്രയോ പൈസയെക്കാളും ഒക്കെ മൂല്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ബി കാറ്റഗറി ഉള്ള ആളുകൾ എന്ന് പറഞ്ഞ ആളുകൾക്ക് സെയിം തന്നെയാണ്. അവർക്ക് ഓരോ ഓണറിനെയും അവരെത്ര വിസ അവർ അച്ചീവ് ചെയ്യുന്നുള്ളൂ? 50 വിസയല്ല അവർ ചെയ്യുന്നുള്ളൂ, അല്ലെ? 30 വിസ, അല്ലെ? 30 വിസ ഉള്ള ഒരാൾക്ക് ഓരോ ഓണറിനെയും ഒരു സ്റ്റാഫിനെയും നമ്മൾ ഒന്നിച്ച് നമ്മൾ വിദേശ ടൂറും നമ്മുടെ ന്യൂ ഇയറും ഒക്കെ നമ്മൾ അവിടെ ചെയ്തിരിക്കും. അവർക്ക് പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്കും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ സി കാറ്റഗറിയിലുള്ള ഓണറിനെ മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ, സ്റ്റാഫിനെ നമ്മൾ കൊണ്ടുപോകില്ല. പക്ഷെ ആ സി കാറ്റഗറിയിലുള്ള ഒരാൾ ഈ 3 എ കാറ്റഗറിയിലേക്ക് നിങ്ങൾ വരുവോ, ബി കാറ്റഗറിയിലേക്ക് നിങ്ങൾ വരികയോ ചെയ്ത് നിങ്ങൾ ആ വിസ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എ കാറ്റഗറിയിലുള്ള ആളിന്റെ എല്ലാ ബെനിഫിറ്റ്സുകളും നിങ്ങൾക്കുണ്ടായിരിക്കും. ആർ യു റെഡി ഫോർ ദിസ് മിഷൻ? എനിക്കിനിയാണ് അറിയേണ്ടത് നിങ്ങൾ എത്ര പേര് ഇതിനകത്ത് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് നോക്കൂ. പിന്നെ ഞാൻ പറഞ്ഞു തരും ഇതിനകത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, എന്തൊക്കെ ആക്ഷൻ ആണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ സെറ്റായി, നമുക്ക് എന്ത് കിട്ടുമെന്ന് മനസ്സിലായി, നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലായി, നമ്മുടെ മുമ്പിലുള്ള അവസരം എന്താണെന്ന് നമുക്ക് മനസ്സിലായി, നമുക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായി, നമ്മൾക്കും നമ്മുടെ സ്ഥാപനത്തിനും ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്, വ്യക്തിപരമായിട്ടും സ്റ്റാഫിനും ഒക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലായി. ഇനിയിപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനു വേണ്ടി നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ യുദ്ധമുറയാണ്. ഇനിയാണ് യഥാർത്ഥ സാധനം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ആർ യു റെഡി? ആർ യു റെഡി? ഞാൻ ഇത്രയും ദൂരെ ഇത്ര എനർജി ഉണ്ട്, എനിക്ക് അവിടുന്ന് എനർജി വേണം. ഐ നീഡ് യുവർ എനർജി. നീതു മാഡം,
ജോസഫ് ഡൻസൺ സാർ, പ്രിൻസേ, മൈ പാർട്ട്ണർ, മുഹമ്മദ് സക്കീർ, എവരിബഡി കം ഓൺ, അനു, എവരിബഡി. ഗ്രേറ്റ് ആക്ഷൻ. താങ്ക് യു. ഇനിയിപ്പം ഞാൻ യുദ്ധമുറ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാ. ഈ യുദ്ധം ഓപ്പറേഷൻ വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടെ ഞാൻ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചുമ്മാ യുദ്ധം ജയിച്ചിട്ട് വാന്ന് പറഞ്ഞു വിടുകയല്ല ചെയ്യുന്ന ഒരു ലീഡർ അല്ല. ഞാൻ നിങ്ങളെ യുദ്ധമുറയും പഠിപ്പിച്ചു, നിങ്ങളുടെ കൂടെ നിൽക്കും. ലീഡേഴ്സ് ഓൾവേസ് ലീഡിങ് ഫ്രം ഫ്രണ്ട്. യുദ്ധമുറയിൽ ഈ യുദ്ധത്തിൽ, ഈ മിഷനിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ ഉണ്ടാവും. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ വിജയിപ്പിക്കുക. നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ് നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആ ഒബ്സ്റ്റക്കിൾസ് ഇന്ന് ചെയ്ത് നിങ്ങൾ വിജയിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ നിന്ന് നമ്മൾ ഒന്നിച്ചാണ് യുദ്ധം ജയിക്കുന്നത്, അല്ലാതെ ഒറ്റയ്ക്കല്ല, കട്ടയ്ക്കാണ് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ആക്ഷൻ പ്ലാനിലേക്ക് കിടക്കുവാണ്. നെക്സ്റ്റ് പേജ്. ഓക്കെ, നെക്സ്റ്റ് പേജിനകത്തുള്ള ആക്ഷൻ പ്ലാൻസ് ഞാൻ പറഞ്ഞു തരാം. അത് യുദ്ധമുറ ആയതുകൊണ്ട് രാജി പ്രസന്റേഷനിൽ കാണിച്ചില്ല. താങ്ക് യു രാജിയോട് ഞാൻ പറഞ്ഞു 10 മിനിറ്റ് കൊണ്ടൊക്കെ രാജി പ്രസന്റേഷൻ ഉണ്ടാക്കി തരുന്നത്. 10 മിനിറ്റ് രാജിയോട് ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞപ്പോൾ രാജി 10 മിനിറ്റ് കൊണ്ട്. താങ്ക് യു. ഇതാണ് എൻ്റെ ടീമിലുള്ളവരുടെ ഗുണം. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ആക്ഷൻ പ്ലാൻസ് ഇതാണ്. ഒന്ന്, നമുക്കറിയാം എ കാറ്റഗറിയിലുള്ള ആള് ഇതിനകത്ത് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പം ഗ്രീൻ വേൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഗ്രീൻ വേൾഡിനാണ് ഈ ലക്ഷ്യമെങ്കിൽ, ഇപ്പം സാന്റാമോണിക്ക ഓണർ കഴിഞ്ഞ വർഷം ഒരു ഇതിൽ കണ്ടു, അവര് 7,000 കോടിയും 8,000 കോടിയൊക്കെയാണ് അവർ ആനുവലി റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അവര് 30 to 40 ലക്ഷം രൂപ ആവറേജ് മന്ത്ലി അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 30 to 40 ലക്ഷം രൂപ മന്ത്ലി. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടും ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ അവർ സ്പെൻഡ് ചെയ്യുന്നു. ഏകദേശം 3 കോടി സോറി എനിക്ക് തെറ്റിപ്പോയി, 3 കോടിയൊക്കെയാണ് അവരൊരു ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ആഡിന് വേണ്ടിയിട്ടും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ പണം വരുന്നത് തന്നെ പണം പിടിക്കണം. നിങ്ങൾക്ക് 100 വിസ കിട്ടുമ്പോൾ 1 കോടി രൂപ വരുന്നുണ്ടെങ്കിൽ യു ഷുഡ് റെഡി അറ്റ്ലീസ്റ്റ് 1 ലക്ഷം രൂപ. ഞാനിപ്പം കൂടുതലൊന്നും നിങ്ങളോട് പറയുന്നില്ല. എ കാറ്റഗറി ഉള്ള ഒരാള് ഒരു ആദ്യത്തെ മാസം 1 ലക്ഷം രൂപ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണം. ഈ 1 ലക്ഷം രൂപ എന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാൽ, ഈ 1 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, നിങ്ങൾ സോഷ്യൽ മീഡിയ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസുകൾ, അതുപോലെ തന്നെ അവയർനെസ് ക്യാമ്പയിൻസുകൾ, സെമിനാറുകൾ, വെബിനാറിനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ആദ്യത്തെ മാസമാണ് നിങ്ങൾ 1 ലക്ഷം രൂപ നിങ്ങൾ കണ്ടെത്തേണ്ടത്. രണ്ടാമത്തെ മാസം 1 ലക്ഷം തന്നെയാണ്, മൂന്നാമത്തെ മാസം 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപയാണ് നിങ്ങൾ 3 മാസം കൊണ്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യ മാസം 1 ലക്ഷം രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ എനിക്ക് തരുമൊന്നും അല്ല കേട്ടോ, നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ചുമ്മാ മാറ്റി വെച്ചിട്ട് പൈസ കളയരുത്. അതിന്റെ വ്യക്തമായ സ്ട്രാറ്റജിയോടെ എന്ത് ചെയ്യണമെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക തന്നെയാണ്. അപ്പം രണ്ടാമത്തെ മാസം നിങ്ങൾ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരില്ല. കാരണം ആദ്യത്തെ മാസം നമുക്ക് രജിസ്ട്രേഷൻ വരുമല്ലോ. രജിസ്ട്രേഷൻ വരുമ്പോൾ രജിസ്ട്രേഷൻ ഇൻകത്തിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ മാസവും മൂന്നാമത്തെ മാസവും നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. അപ്പൊ 3 ലക്ഷം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എ കാറ്റഗറി ഉള്ള ഒരാള് ആദ്യ മാസം 1 ലക്ഷം രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണോ? ഞാൻ പറയുന്നത് മിനിമം ആണ്. അതിന്റെ മേളിലേക്ക് നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, നമുക്ക് അപ്പം നിങ്ങൾ അതുകൊണ്ടുള്ള നിങ്ങളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് ലീഡ് കിട്ടുന്നു, രണ്ടാമത് നിങ്ങളുടെ സ്ഥാപനം റീച്ച് എത്തുന്നു, നിങ്ങളുടെ സ്ഥാപനം ബ്രാൻഡിങ് ആവുന്നു, കൂടുതൽ ആളുകൾ അറിയുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ മാസത്തേക്കുള്ള റവന്യൂ നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു? നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്കത്തിലൂടെ വരുന്നു. മൂന്നാമത്തെ മാസവും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്കത്തിലൂടെ വരുന്നു. ബി കാറ്റഗറിയിലുള്ള ആളുകൾ സ്പെൻഡ് ചെയ്യേണ്ടത് ഒരു 50,000 രൂപ നിങ്ങൾ മാറ്റി വെക്കണം. ഓക്കെ, മാസം ആദ്യത്തെ മാസം ഒരു 50,000, രണ്ടാമത്തെ മാസം 50,000, മൂന്നാമത്തെ മാസം ഒരു 50,000. പിന്നെ സി കാറ്റഗറിയിലുള്ള ഒരാൾ ഒരു 25,000 രൂപ ഒരു മാസം ഒരു സ്റ്റാഫിന് കൊടുക്കുന്ന ഒരു സാലറി, അല്ലെങ്കിൽ ഒരു നിങ്ങൾ ചായ കുടിച്ച് ദിവസം കളയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ലിക്വർ അടിച്ച് കളയുന്ന പൈസ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. നിങ്ങളല്ല കൂടുതൽ ട്രാവൽ ചെയ്ത് പൈസ കളയുന്ന ഒരാളാണ്, പെട്രോൾ അടിച്ച് കളയുന്ന ഒരാളാണ്, അങ്ങനെയും ചിന്തിക്കാം. അതിനുവേണ്ടി ഒരു ശകലം പൈസ നിങ്ങൾ ഒന്ന് സ്പെയർ ചെയ്തിട്ട്, ഇപ്പം ഞാനൊക്കെ ഇപ്പം ചെയ്യുന്ന പറഞ്ഞാൽ ട്രാവലുകൾ കുറച്ചിട്ട്, ഞാൻ എൻ്റെ വണ്ടി ഓടുന്നതൊക്കെ കുറച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. ഇതിന് വേണ്ടിയിട്ട് പൈസ എങ്ങനെയാണ് സ്വരൂപിക്കുന്നത് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ തന്നെ എൻ്റെ മന്ത്ലി എക്സ്പെൻസിൽ നിന്ന് കുറച്ചിട്ടൊക്കെയാണ് ഞാൻ പലതും ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ പലയിടത്ത് ഞാൻ റെന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, അതെല്ലാം കുറച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി എൻ്റെ ഓഫീസിനെ ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ കാറിനെ ഞാൻ കൂടുതൽ യൂസ് ചെയ്ത്, എന്ന് പറഞ്ഞാൽ കാറിനെ ഓഫീസാക്കി, അല്ലെങ്കിൽ ഞാൻ എവിടെ ഇരിക്കുന്നു അവിടെ എൻ്റെ ഓഫീസാക്കി, അങ്ങനെയൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു രീതി ഞാൻ ചെയ്യുവാണ്. റവന്യൂ ക്രിയേഷൻ ആണ് പറയുന്നത്. റവന്യൂ ക്രിയേഷൻ 2 ടൈപ്പ് ഉണ്ട്. കോസ്റ്റ് കട്ട് ചെയ്ത് നമുക്ക് റവന്യൂ ക്രിയേറ്റ് ചെയ്യാം. അതൊരു വൺ ഓഫ് ദി മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ലീഡ് കിട്ടുക എന്ന് പറയാം.
നിങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ലീഡ്സ് ഇന്ന് ചെയ്യേണ്ടതാണ്, ആക്ഷൻ പ്ലാൻ ആണ്. ഇത് നോട്ട് ചെയ്യുന്നുണ്ടോ? നോട്ട് ചെയ്യുന്നവർ എനിക്കൊന്ന് എസ് തന്നെ. നോട്ട് ചെയ്യുന്നവർ ആക്ഷൻ പ്ലാൻസിനകത്ത് നോട്ട് ചെയ്യുന്നവർ എനിക്കൊരു എസ് തന്നെ. അത് ചുമ്മാ ബ്ലാങ്കിൽ, കാരണം നിങ്ങളിത് ചുമ്മാ ബ്ലാങ്കിൽ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ 30% നിങ്ങളുടെ മനസ്സിലേക്ക് കയറുള്ളൂ. നിങ്ങൾ നോട്ട് ചെയ്യാൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ 2 പ്രാവശ്യം ആവും. ഓക്കെ, നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ ഗ്രേറ്റ്. ഒത്തിരി പേര് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പൈസ ആദ്യം ഇത്ര ഒരു ബഡ്ജറ്റ് നമ്മൾ മാറ്റി. നമ്മൾ വീട് പണിയണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു കട എടുക്കണമെങ്കിൽ നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടല്ലേ, ആ ബഡ്ജറ്റ് നിങ്ങൾ മാറ്റി വയ്ക്കുന്നു. ഇത് ഞാൻ മിനിമം ബഡ്ജറ്റാണ് പറയുന്നത്, അതിന്റെ മേളിലേക്ക് നിങ്ങൾ ചെയ്താൽ ഏറ്റവും നല്ലത്. അതിനുശേഷം നിങ്ങൾ എക്സിസ്റ്റിംഗ് ലീഡ്സ് നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള, നിങ്ങൾ കഴിഞ്ഞ 1 വർഷമായിട്ട് അല്ലെ 3 വർഷമായിട്ട് അല്ലെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള, ഇപ്പൊ ഞാനിപ്പോ ഈയിടെ ഗ്രീൻ വേൾഡിന്റെ എടുത്തപ്പം തന്നെ ഏകദേശം എത്രയോ ലീഡ്സുകളാണ് എക്സിസ്റ്റിംഗ് ലീഡ്സുകളായിട്ട് നമ്മുടെ പല എൻക്വയറി ആയിട്ട് വന്ന് കിടക്കുന്നതും ചെയ്യാതും ഫ്ലോപ്പ് ആയതും അല്ലെങ്കിൽ വീണ്ടും ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇത് ചെയ്യുന്ന ആ ലിസ്റ്റ് ആദ്യം എടുക്കുക. റെഡിയാണോ? പഴയ ലീഡുകൾ, അതിന് നിങ്ങൾക്ക് ചിലവൊന്നുമില്ല, പഴയ തപ്പി പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരു ചിലവും നിങ്ങൾക്കില്ല. പഴയ ഡേറ്റകളും നിങ്ങളുടെ മൊബൈലിൽ നിന്നും നിങ്ങൾ ഇതിലേക്ക് വന്ന് ചോദിച്ചവരും അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വർക്ക് ചെയ്തിട്ട് 1 വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 3 മാസമായിട്ട് അല്ല പോട്ടെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒക്കെ വന്നവരൊക്കെ ഉണ്ടാവും അല്ലേ. അല്ല ഇനി ഒന്നും നിങ്ങൾ വന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതുവരെ ഞാനൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ലീഡ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതാണ് എക്സിസ്റ്റിംഗ് ലീഡ്സ്. ഓക്കെ, പിന്നെ രണ്ടാമത് ഡേറ്റ ഫ്രം എച്ച്ഒ. ഞങ്ങൾ കുറച്ച് നിങ്ങൾക്ക് ഡേറ്റ തരാം, ലീഡല്ല. ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് തരാം. +2ന്റെ ഡേറ്റകൾ, അതുപോലെ തന്നെ നീറ്റിന്റെ ഡേറ്റകൾ, കഴിഞ്ഞ 5 വർഷമായിട്ട് വന്നിട്ടുള്ള പലരും. എല്ലാം 100% നിങ്ങൾ ലീഡ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡേറ്റ ഞാൻ പറഞ്ഞല്ലോ, ഡേറ്റ കൺവേർഷൻ റേഷ്യോ ഭയങ്കര മോശമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടെലികോളിംഗ് ചെയ്ത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ബുദ്ധിയോ കഴിവോ ഒന്നും വളരെ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ടെലികോളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് കൺവേർഷൻ ആവുന്നു. ഇപ്പം എൻക്വയറി ലീഡ്സിൽ മാത്രമാണ് നിങ്ങൾക്ക് കൺവേർഷൻസ് വരുള്ളൂ. ഓക്കെ, അപ്പം ഡേറ്റയുടെ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ 1000 = 10 ആണ്. 1000 ഡേറ്റയിൽ നിന്ന് 10 കൺവേർഷൻ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ആ സ്ഥാനത്ത് നമ്മളൊരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ആഡാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കൺവേർഷൻ റേഷ്യോ എന്ന് പറയുന്നത് 100:4 ആണ്. 100 ഫേസ്ബുക്കിൽ കൂടെ ഒരു എൻക്വയറി വന്ന് ഡേറ്റ ഇതല്ല, നോർമൽ ഡേറ്റ അല്ല ഞാൻ പറയുന്നത്, അതിനകത്ത് ഒരു 4 പേരെ നിങ്ങൾക്ക് കൺവേർഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ 100 ഡേറ്റ ഫേസ്ബുക്ക് കൂടെ ഉണ്ടാക്കിയാൽ 4 വിസ കിട്ടുമെന്ന് ഞാൻ പറയുന്നതിന് അർത്ഥം. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ അത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ, കാരണം ഏറ്റവും കൂടുതൽ ന്യൂജൻ എല്ലാം ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്, അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് up to 12% വരെ കിട്ടിയിരിക്കാം. എന്ന് പറഞ്ഞാൽ 100 ഡേറ്റ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 വിസ വരെ നിങ്ങൾക്ക് കിട്ടാം. ഇൻസ്റ്റാഗ്രാം ആഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ. ആ സ്ഥാനത്ത് നിങ്ങൾ ഗൂഗിൾ ആഡ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഗൂഗിൾ എന്ന് പറഞ്ഞാൽ മെറ്റ, ഗൂഗിൾ, അതായത് ഇന്റർനെറ്റിൽ കൂടെ അല്ലെങ്കിൽ ഗൂഗിൾ ആഡിൽ കൂടെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 25% വരെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഫിൽറ്റർ ചെയ്തിട്ടാണ് വരുന്നത്. കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ട് നമ്മൾ അവരോട് ചോദിച്ചിട്ട് അത് നല്ല ഡീറ്റെയിൽ മാർക്ക് വിനോദ് സാർ എന്റെ മോനെ ഒന്ന് കൗൺസിലേഴ്സ് ആണ്. നിങ്ങൾ എല്ലാവരും ഞാൻ കൗൺസിലിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ചങ്കിൽ കൈവച്ച് നിങ്ങൾക്ക് പറയാം നിങ്ങൾ ഒരു ഗുഡ് കൗൺസിലർ ആണെന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ കൗൺസിലിംഗ് ആരെങ്കിലും ഇപ്പം ഇതുവരെ പഠിച്ചിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി എന്റെ തന്നിട്ടുള്ള പഴയ വീഡിയോസ് ഒക്കെ എല്ലാം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗുഡ് കൗൺസിലർ ആയി മാറും. അത് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, അതിനകത്ത് ഗ്ലോബൽ ട്രെൻഡുകൾ 2030 എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെ കോഴ്സുകൾ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവും, എന്തൊക്കെ AI അപകരിക്കും, ഇങ്ങനെയൊക്കെയുള്ള അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് നന്മയോടുകൂടി പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ, എൻ്റെ പാർട്ട്നേഴ്സിൽ തന്നെ ഒത്തിരി പേരുണ്ട് നല്ല നല്ല കൗൺസിലേഴ്സ്. ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അവർ നല്ല വീഡിയോ ചെയ്യുന്നവരുണ്ട്, നല്ല അവയർനെസ് ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങളുടെ സ്കില്ലും ഇതിലൂടെ അപ്പാവുകയാണ്, നിങ്ങളെ ലോകം അറിയുകയാണെന്നുള്ളതും കൂടെ ഞാൻ തിരിച്ചറിയും. നിങ്ങൾ മതിലുകൾക്ക് അപ്പുറത്ത് മമ്മൂട്ടി പ്രേമിച്ച പോലെ ഇരിക്കരുത്. ദയവ് ചെയ്ത് കം ഓൺ ദ ഫ്രണ്ട് സൈഡ്. നിങ്ങൾ തന്നെ കൂടുതൽ വീഡിയോസും കൂടുതൽ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സക്സസ് ആയിട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഡേറ്റ ഇവിടുന്ന് കുറെ ഡേറ്റകളൊക്കെ തരാം. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെ മെത്തേഡ് പറഞ്ഞത്, ആദ്യം ഇവിടുന്ന് എക്സിസ്റ്റിംഗ് ലീഡ് നിങ്ങൾ കുറെ എടുക്കുക. പിന്നെ HOയിൽ നിന്ന് കുറെ എല്ലാവർക്കും ഞാൻ ചോദിക്കുന്ന ആവശ്യക്കാർക്കെല്ലാം ഞാൻ കുറെ ഡേറ്റകൾ തരാം. ഡേറ്റയാണേ, ലീഡല്ലേ, അത് നിങ്ങൾ തിരിച്ചറിയുക. പിന്നെ ന്യൂ ലീഡ് ക്യാമ്പയിൻസുകൾ, അതാ ഞാൻ പറഞ്ഞ സോഷ്യൽ ഫണ്ട് മാറ്റി വെച്ചിരിക്കുക അതിന് വേണ്ടിയിട്ടാണ്. ന്യൂ ലീഡ് സെമിനാറുകൾ, വെബിനാറുകൾ, ന്യൂ ലീഡ് ക്യാമ്പയിൻസുകൾ ചെയ്യുക, ആക്ഷൻ ചെയ്യുക, അങ്ങനെ പുതിയ എൻക്വയറീസ് വരുത്തുക. ടാർഗറ്റ് ഇപ്പം മീൻ പിടിക്കുന്നത് ഒരിക്കലും മീൻ ഇല്ലാത്തടത്ത് പോയി നിങ്ങൾ പിടിച്ച് പൈസ കളയരുത്, സമയം കളയരുത്. മീൻ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വരണമെന്നില്ല. മീൻ എവിടെയുണ്ടോ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ കറക്റ്റായിട്ടുള്ള മീനിലുള്ള ഇര കൊടുത്ത് ചൂണ്ടയിട്ട് അങ്ങനെ മീൻ ഹുക്ക് ചെയ്യുക.
നിങ്ങൾ ചൂണ്ടയിട്ടാണ് മീൻ പിടിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ മീൻ കിട്ടും. നിങ്ങൾ വല കൊണ്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. നിങ്ങൾ ബോട്ടിംഗ് മെഷീൻ കൊണ്ടാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ വലിയ വലിയ ഇതായിട്ടാണ് പോകുന്നതെങ്കിൽ കൂടുതൽ ഇര കിട്ടും. ഇത്രയേ ഉള്ളൂ ലോജിക്ക്. എന്താണെങ്കിലും ചൂണ്ടയും ഇരയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നിങ്ങൾ മീൻ ഉള്ളിടത്ത് തന്നെ മീൻ ഇടണം. ചൂണ്ടയിടണം. അപ്പൊ എവിടെയാണ് മീൻ ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഒരു ടാക്ടീസ്. അത് എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. എന്ത് ചൂണ്ട നമ്മൾ ഇട്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കണ്ടന്റ് ഇട്ട് കൊടുത്തു. ഈ കണ്ടന്റിൽ അവർ ഹുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരുടെ ഐ ഉടക്കണം. അപ്പൊ ഞാൻ തന്നെ ഇന്നിപ്പോ 79-80 പേര് ഈ മീറ്റിംഗിലേക്ക് വന്നു. ഞാൻ ഇട്ട് തന്ന മിഷൻ 100 എന്ന് പറഞ്ഞാൽ ആദ്യം ഇട്ട് തന്ന ഒരു ചൂണ്ടയാണ്. അതിന് നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ആയി. എക്സൈറ്റ്മെന്റിൽ നിങ്ങളത് വന്നു, നിങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഓരോ സ്റ്റുഡൻസിനും നിങ്ങൾ കൊടുക്കുന്നതിലെല്ലാം ഓരോ ചൂണ്ടയിൽ ഓരോ ഇര അല്ലെങ്കിൽ, കാരണം ഇന്ന് ഒത്തിരി ഇൻഫർമേഷൻസ് ഭയങ്കര കൂടുതലാണ്. ഒത്തിരി കാര്യങ്ങൾ അവരിലേക്ക് ചെല്ലുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നുണ്ട്, അവരുടെ ഈ ലിസണിങ് പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഫെയിൽ ആവും എന്നുള്ളതും കൂടെ നിങ്ങൾ തിരിച്ചറിയാം. ആക്ഷൻസ് മനസ്സിലായോ? എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് റെഡിയാണോ? ഹായ് ഫ്രണ്ട്സ്, ആർ യു റെഡി? തിരൂർ റെഡിയാണ്, അലീഫ് റെഡിയാണ്, ലിപ്സൺ റെഡിയാണ്, പ്ലാസ്മ റെഡിയാണ്, നീതു മാഡം റെഡിയാണ്, OMA ഗ്ലോബൽ റെഡിയാണ്, സരിത, സുഭാഷ്, എയിം ഇന്റർനാഷണൽ റെഡിയാണ്, അഡ്വക്കേറ്റ് ജീവൻ ആൻഡ് ടീം റെഡിയാണ്, നീതു ആൻഡ് ടീം ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്. റോഷൻ സാർ ആൻഡ് ടീം റെഡിയാണ്, GSM ഗ്ലോബൽ റെഡിയാണ്, തൃപ്പൂണിത്തറ റെഡിയാണ്. ഗ്രേറ്റ്. ഐ ആം വെരി ഹാപ്പി. അപ്പൊ ഇനി ഇതിനെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ കൂടി, നിങ്ങളുമായിട്ട് നമ്മൾ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ നമ്മൾ എത്രയും പെട്ടെന്ന് ആക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഇന്ന് തന്നെ നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളും നിങ്ങളുടെ ടീമുമായിട്ട്, നിങ്ങൾക്ക് ടീമില്ലെങ്കിൽ നിങ്ങളെങ്കിലും ഒരു പേപ്പറും പേനയും എടുത്തിട്ട് നിങ്ങളുടെ ലിമിറ്റേഷൻസും നിങ്ങളുടെ ഇതും നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് അതിൽ എഴുതുക. നമ്മളൊരു വീട് വെക്കാൻ പോകുന്ന പോലെ തന്നെ നമ്മൾ എങ്ങനെയാണ്, നമുക്കൊരു വീട് വെക്കണം, നമുക്കൊരു ആഗ്രഹമുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ അതിനെ ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ലിമിറ്റ്, നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് നമ്മൾ നോക്കും. നമ്മുടെ സ്ഥലം ഉണ്ടോ? നമ്മുടെ കയ്യിൽ ഇപ്പം 10 ലക്ഷം ഉണ്ട്, എനിക്ക് 60 ലക്ഷത്തിന്റെ വീടാണ് വെക്കേണ്ടത്. അപ്പം ബാക്കി പൈസ നമ്മൾ എങ്ങനെ സ്വരൂപിക്കും? എന്നിട്ട് നമ്മൾ കയറി താമസം ചെയ്യും. ഇങ്ങനെയൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കുറേശ്ശെ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്ത് ലാസ്റ്റ് ആ വീട്ടിൽ കയറി താമസിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ മിഷൻ. ഇനിയിപ്പം നമുക്ക് അധികം സമയമില്ല. നമ്മുടെ മിഷൻ സെപ്റ്റംബർ 1 തീയതി നമ്മൾ ആരംഭിക്കും. ഡിസംബർ 10 തീയതി നമ്മൾ അവസാനിപ്പിച്ചിരിക്കും. ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡ് കിട്ടും. ഇന്ന് തൊട്ട് നമ്മൾ അബ്ദുൽ കലാം പറഞ്ഞ പോലെ നിങ്ങളുടെ മുമ്പിൽ ഒരു മിഷൻ കിട്ടി, നിങ്ങളുടെ മുമ്പിൽ ഒരു ടാസ്ക് കിട്ടി. ഇനിയും നിങ്ങൾ ഇതും വെച്ചുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം പോലും നിങ്ങളെ രക്ഷിക്കാനുണ്ടാവില്ല. ഇത്രയും വലിയ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരമായിട്ട് ദൈവം തന്നിട്ട് ഇതിനും നമ്മൾ എക്സ്ക്യൂസുകളാണ് കണ്ടെത്തുന്നതെങ്കിൽ ഐ ആം റിയലി സോറി. നോബഡി. വിനോദിനെയും ആരും രക്ഷിക്കാനില്ല. വിനോദിന് ഇത്രയും പാർട്ട്നേഴ്സ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്. വിനോദ് ഇത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ വിനോദിനെ ആരും രക്ഷിക്കാനുണ്ടാവില്ല. ഓരോ എംപ്ലോയീസിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കൂടെ നിന്ന്, നിങ്ങളുടെ എംപ്ലോയറിന്റെ കൂടെ നിന്ന് നിങ്ങൾ സ്വയം വിജയിക്കാനും നിങ്ങൾക്ക് ഇൻസെന്റീവ് കൂടാനും, നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ഒരു ഫോറിൻ ട്രിപ്പും പോലും പോയിട്ടില്ലാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പാസ്പോർട്ട് ഇപ്പോഴേ എടുത്തു വെച്ചോ. ആദ്യം ചെയ്യേണ്ടത് പാസ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് പോയി പാസ്പോർട്ടിന് അപേക്ഷിച്ച് വെച്ചോ. എന്നിട്ട് ആ പാസ്പോർട്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ പാസ്പോർട്ട് എടുത്തു വെച്ചോ. ഓക്കെ, ഇപ്പോഴാണ് അടിപൊളി പാസ്പോർട്ട്, ചിപ്പ് ഓറിയന്റഡ് പാസ്പോർട്ടൊക്കെ കിട്ടുമല്ലോ, പാസ്പോർട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു ലോകം കാണാനുള്ള, അതും ഫ്രീ ആയിട്ട്. എൻ്റെ ആദ്യത്തെ എബ്രോഡ് വിസിറ്റ് എന്ന് പറയുന്നത് ഞാൻ പൈസ കൊടുത്തല്ല പോയത്. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇതുപോലെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു കോണ്ടസ്റ്റ് അച്ചീവ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. എൻ്റെ ഫസ്റ്റ് ഇത്. അതിനുശേഷമാണ് ഞാൻ അതിനെ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇന്നും ഞാൻ തുടരുകയാണ്. ഗ്ലോബൽ കൺട്രീസ് ഞാനിങ്ങനെ ഓരോ കൺട്രികളും ഞാനിങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ 21 രാജ്യം ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തു. ഇനി എനിക്ക് ഒത്തിരി ലക്ഷ്യങ്ങൾ എനിക്കുണ്ട്. നിങ്ങൾ ആദ്യത്തെ ഒരു രാജ്യം പോയി കണ്ടു കഴിഞ്ഞാൽ, അവിടുത്തെ രസങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഇഷ്ടംപോലെ പോയവരും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പക്ഷെ ഞാൻ പറയുന്നു, വീണ്ടും നമുക്ക് പോയെന്ന് വിചാരിച്ച് ഒന്നുകൂടെ പോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മൾ ഒന്നിച്ചു പോയി നമ്മളൊരു സക്സസ് ആയിട്ട് നമ്മൾ വരുന്നു. ആർ യു റെഡി? ഇനിയാണ് എനിക്ക് അറിയേണ്ടത്. നമുക്ക് യാത്ര ചെയ്യാൻ റെഡിയാണ്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനിലേക്ക് ഞാൻ കടക്കുവാണ്. അധികം സമയമില്ല, ഒരു 15 മിനിറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻസ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ, ഇതുവരെ പ്രൈസ് ചെയ്തതിൽ എന്തെങ്കിലും വേണമെങ്കിൽ, യു ക്യാൻ ആസ്ക് ഇൻ നെക്സ്റ്റ് 10 മിനിറ്റ്സ്. ഐ ആം റെഡി. ഐ ആം ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ട്.
ഇതിനകത്ത് കുറച്ച് ട്രെൻഡിങ് പ്രൊഡക്റ്റുകൾ നിങ്ങളിപ്പം ഇതിപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഈ 3 മാസം നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് വിസ കിട്ടുന്ന പ്രൊഡക്റ്റിലേക്ക് ഇതിലേക്ക് പോകാവുള്ളൂ കേട്ടോ. പ്രത്യേകം പറയും, ഇപ്പം ജനുവരി ഇൻടേക്കിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല ഏപ്രിൽ ഇൻടേക്കിലേക്ക് നിങ്ങൾ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിസ കിട്ടില്ല. നമുക്ക് വിസ വേണ്ടത് ഈ 3 മാസം വിസയാണ്. അപ്പോൾ ഈ 3 മാസം വിസ കിട്ടുന്ന പ്ലാനുകളെ മാത്രമാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ പെട്ടെന്ന് വിസ കിട്ടുന്ന ഏതൊക്കെയാണ്? ഒരു 30 to 40 ഡേയ്സ് കൊണ്ട് വിസ കിട്ടുന്ന ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഏതൊക്കെ പ്രൊഡക്റ്റുകളാണെന്ന് അറിയോ? അതിലാണ് കൂടുതൽ. ഇപ്പം മലേഷ്യൻ പ്രൊഡക്റ്റ്, സിംഗപ്പൂർ പ്രൈവറ്റ് കോളേജ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് വിസ കിട്ടുന്നതാണ്. ദുബായ് പ്രൊഡക്റ്റ്, ഏഷ്യൻ പ്രൊഡക്റ്റുകളിൽ മനസ്സിലായില്ലേ? പിന്നെ ഹൗസ്ഫുൾ ഡോം പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊഡക്റ്റുകൾ, ഗവൺമെന്റ് ഗ്രാൻഡ്, സിംഗപ്പൂരിന്റെ ഗവൺമെന്റ് ഗ്രാൻഡ് പ്രൊഡക്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്നെങ്കിൽ വിസ കിട്ടുക അല്ലെ വിസ ഉറപ്പിക്കാം എന്ന പ്രൊഡക്റ്റുകളാണ്. ഓക്കെ. MBBS, ഇപ്പൊ ഏപ്രിൽ ഇൻടേക്കിന്റെ MBBS, നേഴ്സിംഗ് ജോർജിയ, അതുപോലെ തന്നെ ഇവിടെ അൽബേനിയ നേഴ്സിംഗ്, ഇതൊക്കെ ഇന്ന് നമുക്ക് വിത്തിൻ 30 ഡേയ്സിനുണ്ട് നമുക്ക് കുട്ടികളെ കയറ്റിവിടാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. ഓക്കെ. അപ്പം നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് വിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആക്ഷൻസ് ആണ്. അന്നോട്ട് വിസ അക്കൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ഷൻസ് ഇപ്പോഴും നമുക്ക് സമയമുണ്ട്. ഇന്ന് മുതൽ 1-ാം തീയതി വരെ നമുക്ക് ആക്ഷൻസും ആക്ഷൻ പ്ലാൻസും ശ്രദ്ധിക്കാനൊക്കെ നമുക്ക് സമയമുണ്ട്. 1-ാം തൊട്ട് നമ്മൾ വിസ അക്കൗണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ. ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ആർട്സ് നമുക്ക് എവിടെ ചെയ്യാം? സാറേ, ആർട്സ് ഒത്തിരി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികളുണ്ട്. പക്ഷെ ഐ ക്യാൻഡ് സജസ്റ്റ് ചെയ്യൂ ഇന്ന ആൾ ബെസ്റ്റ്, ഇന്ന ആളെന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നമ്പർ ഓഫ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സാന്റാമോണിക്ക ചെയ്യുന്നതോ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ ചെയ്യുന്നോ അവരൊക്കെ വലിയ എമൗണ്ടുകൾ മേടിക്കും. പക്ഷേ അതിന് നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഇന്ന് ഇഷ്ടം പോലെയുണ്ട്. അവരുടെ അതിനനുസരിച്ച് അവർ ഇതാണ്. ഒരിക്കലും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമ്പർ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഇന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം ഒരു ചെറിയ തുക ഇട്ട് കൊടുത്തു നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം റേറ്റ് കയറ്റി കൊടുക്കാവുള്ളൂ. ആദ്യം തന്നെ അവരുമായിട്ട് ചെയ്യരുത്. കമ്പനീസ് ഉണ്ട്, നല്ല AI ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്, ഒത്തിരി കമ്പനികളുണ്ട് നമുക്കത് മാർക്കറ്റിൽ. ഓക്കെ. ഐ ക്യാൻ സജസ്റ്റ് ഇന്നതാണ് ബെറ്റർ എന്ന് പറയാനുള്ള കാരണം എനിക്കും അങ്ങനെ ഒരു കമ്പനി ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ കൂടുതലും ട്രഡീഷണൽ മെത്തേഡുകളാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. എനിക്ക് കൂടുതലും ഇപ്പോഴത്തെ എൻ്റെ റേഞ്ച്, തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ ഒത്തിരി അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്ക് റെഫറൻസിൽ കൂടെ തന്നെയാണ് കൂടുതൽ ഇപ്പം എൻ്റെ പ്രൊഡക്റ്റുകളായിട്ടുള്ള പാർട്ട്നേഴ്സ് വരുന്നതും. അതുപോലെ തന്നെ ഞാൻ B2C ഇല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. B2Bകൾ കൂടുതൽ വരുന്നത് ഇപ്പോൾ റെഫറൻസിൽ കൂടെ തന്നെയാണ്. അപ്പോൾ അതൊരു സ്റ്റേജ് 5-ാമത്തെ വർഷം 10-ാമത്തെ വർഷമൊക്കെ ആയാലാണ് ആ റേഞ്ചിലേക്ക് വരുള്ളൂ. ഇപ്പോൾ സാന്റാമോണിക്ക എക്സ്പോ ചെയ്തില്ലല്ലോ അവർക്ക് എൻക്വയറീസ് വരും. ജസ്റ്റ് ഇതിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്ന 25 വർഷമായിട്ടുള്ള കമ്പനിയാണ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കും വരും. അത് ഗ്രാജ്വലി വരുള്ളൂ, ഫസ്റ്റ് ഡേ തന്നെ വരില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ് ക്വസ്റ്റ്യൻ. എന്തെങ്കിലും അടുത്തത്? Yes, can you mention once again the main products that we can include in Mission 100? Great question. എല്ലാവരും കേട്ടോളൂ. നമ്മുടെ മലേഷ്യൻ പ്രൊഡക്റ്റ് നമുക്ക് 30 ദിവസം കൊണ്ട് വിസ കിട്ടി പോകുന്ന പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ആ ടെസ്റ്റിമോണിയൊക്കെ കുട്ടികളൊക്കെ തന്ന കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. മലേഷ്യ നമുക്ക് ഇമ്മീഡിയറ്റ് കമ്മീഷൻ കിട്ടുന്ന പ്രൊഡക്റ്റാണ്. നമുക്ക് കമ്മീഷന് വേണ്ടി വെയിറ്റ് ഇരിക്കേണ്ട കാര്യമില്ല. 100% കമ്മീഷനുള്ള പ്രൊഡക്റ്റാണ്. മലേഷ്യൻ പ്രൊഡക്റ്റ് നിങ്ങൾ ധൈര്യമായിട്ട് ഏറ്റെടുത്തു. മലേഷ്യയുടെ ബ്രോഷർ ഇന്ന് എല്ലാവർക്കും ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അലോട്ടഡ് സ്റ്റാഫ് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. അവരെല്ലാം വളരെ സിമ്പിൾ പ്രൊഡക്റ്റാണ്. 100% വിസ കിട്ടുന്ന പ്രൊഡക്റ്റാണ്. വിസ റിജക്ഷൻ ഇല്ലാത്ത പ്രൊഡക്റ്റാണ്. IELTS പോലെയുള്ള, കാരണം അതിൻ്റെ ബെനിഫിറ്റുകൾ ഞാൻ ഇട്ട് തന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പാർട്ണറിന്റെ ബെനിഫിറ്റ് എന്താണ്, സ്റ്റുഡൻസിന്റെ ബെനിഫിറ്റ് എന്താണ്, ഗ്ലോബൽ റാങ്കിങ് ആണ് സ്ഥാപനം. അതുപോലെ തന്നെ ഇന്ത്യയിൽ അതേ അഫോർഡബിൾ ഫീ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോഴ്സുകളെല്ലാം അവിടെയുണ്ട്. വിസ റിജക്ഷൻ ഇല്ല. IELTS ഷോമണിയോ ബ്ലോക്ക് ഫണ്ടോ പോലെയുള്ള തലവേദനകളില്ല. അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ 100% നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ഗുണം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് മലേഷ്യൻ പ്രൊഡക്റ്റ്. മലേഷ്യ ഇന്ന് നല്ലൊരു പ്രൊഡക്റ്റാണ്. അവർ കുറഞ്ഞ ചെലവിൽ അവർക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് അവർക്ക് പോകാം. ഇപ്പം വേറെ ഏത് രാജ്യം വേണം, ഷോമണി വേണം, ബ്ലോക്ക് ഫണ്ട് വേണം, അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. മലേഷ്യ നിങ്ങൾക്ക് ഈ ഒരു മിഷനകത്ത് ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ രണ്ടാമതൊരു പ്രൊഡക്റ്റാണ് സിംഗപ്പൂർ പ്രൈവറ്റ് കോളേജ്. 45 വയസ്സ് വരെയുള്ള ഏതാളെയും നമുക്ക് പഠിപ്പിക്കാൻ വിടാം. 10ാം ക്ലാസ് യോഗ്യതയുള്ള 6 മാസം സ്റ്റഡിയും 6 മാസം ഇന്റേൺഷിപ്പും അവർക്ക് നൽകിക്കൊണ്ട് കുറഞ്ഞ ഫീസിൽ ഒരു 4 ലക്ഷം റേഞ്ചിൽ ഉള്ള ഫീസ് അവർക്ക് വരുന്നുള്ളൂ. അതിൽ 6 മാസം തിരിച്ചു തന്നെ അവർക്ക് പൈസ കിട്ടും. ഏകദേശം 60,000 രൂപ വരെ മാസം. അപ്പം 6-6-36 4 ലക്ഷം മുടക്കിയാൽ 3,60,000 അല്ലെങ്കിൽ ഒരു 3 ലക്ഷത്തിന്റെ മേളിൽ അവർക്ക് തിരികെ ഇങ്ങോട്ട് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതും വിസ വന്നതിന് ശേഷം ഫീസ് അടയ്ക്കേണ്ട പ്രൊഡക്റ്റാണ്. അപ്പം ഇതും നിങ്ങൾക്ക് ഈ ഒരു മിഷനിലേക്ക് പെട്ടെന്ന് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം നമ്മുടെ നാട്ടിൽ ഒത്തിരി ആളുകൾ ഉണ്ട്,
എന്താണ് ഈ UK, കാനഡ, ഓസ്ട്രേലിയ, അമേരിക്കയൊക്കെ പോകാൻ പറ്റാതെ ഗ്ലോബൽ എഡ്യൂക്കേഷനിൽ ഗ്ലോബൽ മാർക്കറ്റ് തേടുന്ന, അല്ലെങ്കിൽ ഇതൊന്നും IELTS എഴുതാൻ പൈസ ഇല്ല, അതിൽ എഡ്യൂക്കേഷൻ ലോൺ പൈസ ഇല്ലാതെ സാധാരണ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന ഇന്റർനാഷണൽ എക്സ്പ്ലോഷർ ലോകത്തിലെ നമ്പർ 1 കൺട്രിയിൽ ഒരു വർഷം അവർ പഠിച്ച് അവർക്ക് സർട്ടിഫിക്കേഷൻ എടുത്ത് ലോകത്തിന്റെ ഏതെവിടെയും പ്ലേസ്മെന്റിലേക്കും അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷനിൽ പോകാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണത്. അതിനകത്ത് അതും ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. കഴിഞ്ഞ വർഷം അവൻ സിംഗപ്പൂർ മാത്രം പ്രൈവറ്റ് കോളേജ് മാത്രം ചെയ്തത് 460 വിസയാണ്. ഒറ്റ വർഷം കൊണ്ട് 460 വിസ. എൻ്റെ ഈ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു ബ്രാഞ്ചാണ് 460 വിസ സിംഗപ്പൂർ പ്രൈവറ്റ് കോളേജ് മാത്രം അവർ ചെയ്തു. മൗറീഷ്യസ്, ഈ 2 കൺട്രീസും. കാരണം അവർ ഫോക്കസ് ചെയ്യുന്നത് ഈ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ടാർഗറ്റ് ഗ്രൂപ്പിനെ അല്ല, അവർ സാധാരണക്കാരെയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ ഏജ് ഗ്രൂപ്പ്, ഗ്യാപ്പ് വന്നവര്, അങ്ങനെയുള്ള IELTS എടുക്കാൻ സാധാരണ കുറഞ്ഞ പൈസ ഉള്ളവർ, ഷോമണിയും ബ്ലോക്ക് ഫണ്ടും ഒക്കെ പൈസ ഇല്ലാത്ത ആളുകൾ, അവർക്കും വേണമല്ലോ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ, അവർക്കും ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റും അവർക്കും ഒരു ഇന്റർനാഷണൽ ഒരു എക്സ്പ്ലോഷറും അവർക്ക് വേണമല്ലോ. ആ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നു. അതുപോലെയാണ് ജോർജിയ നഴ്സിംഗ്. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആണ് ജോർജിയ നഴ്സിംഗ്. നമുക്കൊരു 45 to 60 ഡേയ്സ് കൊണ്ട് വിസ അപ്രൂവൽ ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ MBBS പ്രൊഡക്റ്റുകൾ ഇപ്പം സെപ്റ്റംബർ ഇൻടേക്കിന്റെ ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, നമ്മുടെ എനപ്പോയുടെ MBBSകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ആളുകൾ MBBS അവിടെ ഇവിടെ അഡ്മിഷൻ ഇല്ലാതെ നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റവന്യൂ ചെയ്യുന്നതാണ്. അതുപോലെ അൽബേനിയ നഴ്സിംഗ്, ഇതൊക്കെ നമുക്ക് ഈ മിഷൻ 100-നകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. ക്ലിയർ? പിന്നെ ഹൗസ്ഫുൾ ടോങ് രജിസ്ട്രേഷൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. കാരണം വിസ പിന്നീടാണ് വരുന്നതെങ്കിലും നിങ്ങൾക്ക് റവന്യൂ രജിസ്ട്രേഷൻസും ആദ്യം തന്നെ കിട്ടുന്നതാണ്. AUPAIR പ്രോഗ്രാംസ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആദ്യം തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. പിന്നെ പബ്ലിക്, ജർമ്മനി, ഇറ്റലി, യൂറോപ്പ് പോലെയുള്ളിടത്ത് ഫ്രീ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന. വിസ നമുക്ക് ലേറ്റ് ആയിരിക്കും കിട്ടുന്നത്, പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റവന്യൂ ആദ്യം തന്നെ നിങ്ങൾക്ക് എൻഷുർ ചെയ്യാം. കാരണം ഇത് കോൺട്രാക്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. റീഫണ്ട് ഓപ്ഷൻ ഇല്ലാത്തുള്ള ഒരു പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റവന്യൂ നിങ്ങൾക്ക് ആദ്യം തന്നെ എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. മിഷൻ 100-നകത്ത് നമ്മൾ ഒരു വിസ മാത്രമല്ല, ഒരു 1 CR rupees കൂടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് A കാറ്റഗറി. അതുപോലെ തന്നെ B കാറ്റഗറിയിലുള്ളവർക്ക് ഒരു 30 ലക്ഷം രൂപയും C കാറ്റഗറിയിലുള്ളവർക്ക് 15 ലക്ഷം രൂപയും 100 ദിവസം കൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ മിഷൻ തന്നെ. ഓക്കെ, വിസ എന്ന് പറയുന്നത് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഫണ്ട് തന്നെയാണ്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ഫണ്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്തുള്ള സത്യസന്ധമായ രീതിയിൽ കൂടെയുള്ള കറക്റ്റ് നമ്മുടെ എഫോർട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് കള്ളത്തരവും ചതിയും ഒന്നും ചെയ്യാതെ സത്യസന്ധമായ മാർഗത്തിലൂടെ ഗവൺമെന്റിന് ടാക്സ് അടച്ചുകൊണ്ട് GST അടച്ചുകൊണ്ട് പക്കാ നമ്മുടെ എഫോർട്ടും നമ്മുടെ മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്തുള്ള ഒരു മിഷനാണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗുഡ് ക്വസ്റ്റ്യൻ. എനിബഡി? നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. എനിക്ക് കവർ ചെയ്യാൻ പറ്റായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഐ ആം റെഡി നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ. നമുക്ക് ഇത്രേ ഉള്ളൂ. നമ്മൾ ഒന്നിച്ച് ഈ മിഷൻ നമുക്ക് വിജയിക്കണം, നമുക്ക് എല്ലാവർക്കും സക്സസ് ആവണം. ക്ലിയർ അല്ലേ? ഇപ്പൊ ഒന്നുകൂടെ ആവർത്തിക്കാം, ഞാൻ ഹെഡ് ഓഫീസും അതുപോലെ ബാക്ക് എൻഡും ഫുൾ പ്രിപ്പയർഡ് ആണ്. ടെക്നോളജിക്കലും മെന്റലിയും ഫിസിക്കലി എല്ലാം വി ആർ 100% റെഡി വിത്ത് യു. നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഓക്കെ, ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻ ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു മിഷൻ എത്രമാത്രം യൂസ്ഫുൾ ആണ് എന്നുള്ള ആരെങ്കിലും വാളണ്ടിയർ ആയിട്ട് വന്നിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഹാപ്പിയാണ്. നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാനും ഈ ഒരു എഫേർട്ടിന്, ഈ ഒരു ശ്രമമാണല്ലോ, നമ്മൾ ശ്രമിച്ചാലാണ് ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ, അല്ലേ? ചിലപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, 100% 100 വിസ എന്ന് പറഞ്ഞ് നമ്മൾ ശ്രമിച്ചാൽ ചിലപ്പോഴൊക്കെ നമുക്ക് 300% വരെ വന്നേക്കാം വിജയം. ചിലപ്പോൾ 200%, 200ഓളം പിന്നെ വിജയം വന്നേക്കാം. ചിലപ്പോൾ ഓക്കെ, ചിലപ്പോൾ 100 പറ്റിയില്ല, 80 വന്നേക്കാം. ഓക്കെ, പോട്ടെ, 50% വന്നു. പക്ഷേ ആ ട്രൈ ചെയ്തില്ലെങ്കിലാണ് നമുക്ക് വിഷമം. ആ ട്രൈ ചെയ്യൂ, തീർച്ചയായിട്ടും ഇതിനകത്തൊരു റിസൾട്ട് ഉണ്ടാവും. 15 വിസ പറ്റിയില്ല C കാറ്റഗറി ആൾക്ക്, ഓക്കെ, 10 വന്നുള്ളൂ, ദാറ്റ്സ് ഗ്രേറ്റ്. 100 ശ്രമിച്ചിട്ട് 80 വന്നുള്ളൂ, ദാറ്റ്സ് ഗ്രേറ്റ്. ചിലപ്പോൾ 100 ശ്രമിച്ചിട്ട് 150 വന്നു, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ശ്രമം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ആക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഡെയിലി ഇംപ്ലിമെന്റേഷൻസ്, ഇതെല്ലാം ചെയ്താലാണ് നമുക്ക് 100% നമ്മുടെ മിഷൻ എത്തുകയുള്ളൂ. ഓക്കെ, OMA ഗ്ലോബൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സിംഗപ്പൂർ പ്രൈവറ്റ് കോളേജ് ട്രെയിനിങ് വീഡിയോ ഉറപ്പായിട്ടും ട്രെയിനിങ് വീഡിയോ ഇടുന്നതാണ്. പ്രിൻസെ, ഇടാം. എന്ത് ഡൗട്ടും നമ്മുടെ കൂടെ ഉണ്ട്. അതിന്റെ ബ്രോഷേഴ്സും എല്ലാം ഷെയർ ചെയ്യാം ഗ്രൂപ്പുകൾ കൂടെ. എന്താവശ്യവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാഫുകളെയും എല്ലാവരും നമ്മൾ ഒന്നിച്ച് പരിശ്രമിച്ച് വിജയിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം നമ്മളുണ്ട്.
നമുക്ക് ഒന്നിച്ച് തന്നെ ഈ ഒരു മിഷൻ നമ്മൾ പൂർത്തീകരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ ഈ ഒരു ബെനിഫിറ്റ്സ് ഒന്നുകൂടെ പറയുന്നു. നമ്മളൊരു ഇന്റർനാഷണൽ ടൂർ നമ്മൾ പോകുന്നു. പക്ഷെ ഇതിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോസ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഇന്റർനാഷണൽ ടൂർസ് കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ടുള്ള ഒരെണ്ണം പോലും കുറയാതെ നോക്കുക ഈ ടൂർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഏതാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ഒരു ലെവലിലുള്ളത് നമ്മൾ അതിലേക്ക് നമ്മൾ ചെയ്യും. അതാണ് ഇതിനകത്തുള്ള ഒരു ബെനിഫിറ്റ്. പിന്നെ റവന്യൂ മോഡൽ എല്ലാവർക്കും ഈക്വൽ തന്നെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ സ്റ്റാഫിനെ തരുന്നു, ലീഡ് തരുന്നു, എൻക്വയറി തരുന്നു, ട്രെയിനിങ് വീഡിയോസ് തരുന്നു, കൂടുതൽ സപ്പോർട്ട് തരുന്നു. ഒന്നും കൂടാതെ എന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിലും എൻ്റെ ടീമിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് വിജയിക്കുന്നു. ഗുഡ് മിഷൻ സാർ, വളരെ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ശ്രമിക്കൂ, ഉറപ്പായിട്ടും നമുക്കിത് വിജയിക്കാം 100%. മാർക്കറ്റ് നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ മാർക്കറ്റ് ആമ്പിള്ളായിട്ട് കുത്തിക്കൊണ്ടുപോകും. നിങ്ങൾ നോക്കൂ, ഇവരാരും അഡ്മിഷൻ ഒന്നും എടുക്കാതെയോ അല്ല അവര് ഒന്നുമില്ല. ഒന്നെങ്കിൽ അവർ ഇന്ത്യൻ അഡ്മിഷൻസിനോ എവിടെയെങ്കിലും പോയി ഇപ്പം എൻ്റെ മോനുണ്ട്, മോളുണ്ട്, നിങ്ങളാരും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്തില്ല, ആരെങ്കിലും ഒരാൾ അവർ ബെസ്റ്റ് ഒരു കൗൺസിലർ അല്ലെങ്കിൽ ബെസ്റ്റ് ഒരു ഓണർ, നല്ല ചിന്തിക്കുന്ന ഒരാൾ അവർ ഉറപ്പായിട്ടും അവർ കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ മാത്രമാണ്. ഇപ്പൊ യൂസഫ് അലിക്ക് അമ്മാവന് ആനയുണ്ടെന്ന് വിചാരിച്ചിട്ട് മരുമകന് ഒന്നും ഗുണമുണ്ടാവില്ല. നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ യൂസഫ് അലിക്ക് പണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഗുണമില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും ഗുണമുണ്ടെങ്കിലാണ് നമ്മുടെ ജീവിത നിലവാരങ്ങളും നമ്മളുടെ ഡ്രീംസുകളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആസ് എ ടീം നമ്മൾ അത് എന്ത് ചെയ്യുക, നമ്മൾ അവസരങ്ങൾ, ഇത് ദൈവം തരുന്ന ഈ ഒരു അവസരത്തെ, നമ്മുടെ മുമ്പിലുള്ള ഒരു അവസരത്തെ നമ്മൾ ഒന്നിച്ച് വിജയിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഓക്കെ, രഞ്ജിത് സാർ, വെൻ സിംഗപ്പൂർ ഗവൺമെന്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട്സ് മേക്ക് ദ അഡ്മിഷൻസ്. സിംഗപ്പൂർ ഗവൺമെന്റിന്റെ നമ്മൾ ഉടനെ തന്നെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് കോളേജിന്റെ അഡ്മിഷൻസ് സെപ്റ്റംബറിൽ ഫിനിഷ് ആവും. നമുക്ക് അവർ 12 ദിവസം മാത്രമാണ് അവരുടെ ഏകജാലകം ഓപ്പൺ ആയിട്ടുള്ളത്, വെറും 12 ഡേയ്സ്. അത് ഈ മാസം ഉണ്ട്, ഒരു മാസമാണ് നമ്മുടെ ക്യാമ്പയിൻ. അതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സിംഗപ്പൂർ ഗവൺമെന്റ് കോളേജ് വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ അതിന്റെ ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് അതും ഒരു അവസരമാണ്. സിംഗപ്പൂർ ഗവൺമെന്റ് കോളേജ് അത് ഈ പ്രാവശ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാളും ഗുഡ് ബാർഗനിങ്ങിൽ നമ്മൾ റേറ്റ് ഒക്കെ കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 17,500 സിംഗപ്പൂർ ഡോളർ ടോട്ടൽ ലാൻഡിംഗ് എക്സ്പെൻസ് എങ്കിൽ ഈ പ്രാവശ്യം അതിലും കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇതായതുകൊണ്ട് ഒത്തിരി റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ഒരു വിജയം നമുക്ക് എത്തിക്കാം. ആസ് എ ടീം വണ്ടർഫുൾ സെക്ഷൻ എല്ലാവരും പറയുന്നുണ്ട്. സ്കോളർ ജിപ്സി പറഞ്ഞു, ലിപ്സൺ സാർ പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ്, താങ്ക് യു. രഞ്ജിത് സാർ പറഞ്ഞു. എല്ലാം ഐ എം വെരി താങ്ക്ഫുൾ ടു ഓൾ ഓഫ് യു. ഈ ഒരു മിഷൻ വിജയിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനവും കൂടി ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വിജയിക്കാൻ, നിങ്ങളുടെ ബ്രാൻഡിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ, അതുപോലെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് വിജയിക്കാൻ, സമൂഹത്തിനും നന്മയുണ്ടാവാൻ, നമ്മളൊരു കുട്ടിയെ വിട്ട് ആ കുട്ടിയെ ഒന്ന് ജീവിതത്തിൽ അവർ രക്ഷപ്പെട്ടാൽ അവർക്ക് ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇതാണ് നമ്മൾ നൽകുന്നത്. സിംഗപ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ ട്രെയിനിങ് അടുത്ത ദിവസം തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും. വിത്തിൻ ഒരു 2-3 ഡേയ്സിനുള്ളിൽ സിംഗപ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നതാണ്. അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ മലേഷ്യ ആർക്കെങ്കിലും റീട്രെയിനിങ് തരണം, അത് തരാം. നമ്മുടെ സ്റ്റാഫുകളുടെ നമുക്ക് ഒന്നിച്ച് തന്നെ നമുക്ക് വിജയിക്കണം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സർവേശ്വരൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നല്ല റിട്ടേണിൽ തന്നാലും ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഒന്ന് വെർബലായിട്ട് അല്ലെങ്കിൽ വോയിസിൽ കൂടെയോ ഈ ഒരു മിഷനെ കുറിച്ച്, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ. ആരെങ്കിലും, എനിബഡി, എൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇതിനെക്കുറിച്ചോ എനിബഡി, എനി വാളണ്ടിയർ, ഐ ആം പ്രിഫറിംഗ് എനി ഓണേഴ്സ് ഫോർ സ്റ്റാഫ്, എനിബഡി, ആരെങ്കിലും ഒരാൾ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഐ ആം വെരി താങ്ക്ഫുൾ. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എനിബഡി, ആരെങ്കിലും. മോർണിംഗ് വിനോദ് സർ. എനി വാളണ്ടിയർ, മോർണിംഗ്. പ്ലീസ് കം ഓൺ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാനിപ്പോൾ ക്യാമറ ഓണാക്കാത്ത, ഞാൻ ഔട്ട് സൈഡ് ആയതുകൊണ്ടാണ്. നോ പ്രോബ്ലം. താങ്ക് യു. പ്രിൻസിനൊന്ന് പറയാം. OMA ഗ്ലോബൽ നമുക്ക് കഴിഞ്ഞ ദിവസം കൂടെ മലേഷ്യ വിസ കിട്ടി. ആ കുട്ടിയുടെ ഒരു നിങ്ങൾ കണ്ടതാണ്, ആ കുട്ടിയുടെ ഒരു ഇതെല്ലാം ടെസ്റ്റിമോണി എല്ലാം. പ്രിൻസ് പ്ലീസ് ക്യാരി ഓൺ. എനിക്കറിയാം വിനോദ് സാറിന്റെ ട്രെയിനിങ് സെഷൻ്റെ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം എനിക്ക് ലോങ് ടൈം ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പം ട്രെയിനിങ് സെഷനിൽ സാറിനെ കവർ ചെയ്യാൻ അറിയില്ല. അപ്പോൾ അത് സാറിൻ്റെ സെഷൻ എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു ഇതാണ്. സാറിൻ്റെ ഈ മിഷൻ കാലങ്ങളായിട്ടുള്ള മിഷനാണ്. അത് ബെറ്റർ റിസൾട്ട് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ലൊരു പോംവഴിയാണ്. അതിന് എല്ലാവർക്കും ആ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ആ പാത്ത് ഫോളോ ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ബെറ്റർ റിസൾട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. അത് ഈച്ച് ആൻഡ് എവരി വൺ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതാണ്. അതിന് നമ്മുടെ കൂടെയുള്ള ഒരു സ്റ്റാഫിനും അതോടൊപ്പം നമ്മളെ ഹെഡ് ഓഫീസായിട്ട് ഉള്ള നിങ്ങളുടെ ഗ്രീൻ ബേർഡ് സെക്ഷനും ഉള്ള A to Z
ഏരിയയിലുള്ളവർക്കും അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾ തന്നെ സപ്പോർട്ടിങ് സ്റ്റാഫ്, അതായത് എച്ച് ഒയിലെ സ്റ്റാഫുകൾക്ക് പോലും അതിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും A to Z ഏരിയയിലും അതിൻ്റെ റിസൾട്ട് കിട്ടും, ബെനിഫിറ്റ് കിട്ടുന്ന ഒരു നല്ലൊരു പ്രോഗ്രാമാണ്. ഞാനതിനെ 100% സപ്പോർട്ട് ചെയ്യുന്നു. ഡെഡിക്കേറ്റഡ് കൂടി ചെയ്യാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക് യു പ്രിൻസുമായിട്ട് ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൽ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഒന്നിച്ച് ബാങ്കിൽ ജോലി ചെയ്ത ഒരാളാണ്. അവിടെയും ഞങ്ങൾ ഒന്നിച്ച് പല പല മിഷൻസ് ബ്രാഞ്ചിൻ്റെ ടാർഗറ്റ് അച്ചീവ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിൻസിന് അറിയാം, നമ്മളൊരു മിഷൻ പ്ലാൻ ചെയ്ത് 100% വിജയിച്ച്, 100 അല്ല 300% വരെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഞങ്ങളെല്ലാം പ്രൊമോഷൻസ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വലിയ വലിയ ഗോളുകൾ, ഇപ്പോൾ ഇതുപോലെ ചെറിയ ഗോളൊന്നും അല്ല ബാങ്ക് SBI ഒക്കെ തരുന്നത്. 300 കോടിയുടെയും 500 കോടിയുടെയും 5 കോടിയുടെയും 7 കോടിയുടെയും അങ്ങനെയൊക്കെ വലിയ വലിയ ടാർഗറ്റുകൾ മന്ത്ലി ഞങ്ങൾക്ക് അവർ തരാറുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ആസ് എ ടീമായിട്ട് വിജയിപ്പിച്ചിട്ടുള്ള ചരിത്രം ഞങ്ങൾക്കുണ്ട്. താങ്ക് യു പ്രിൻസ്, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് എനിബഡി, ആരെങ്കിലും, വേറെ ആരെങ്കിലും? യെസ് സർ, ഗുഡ് മോർണിംഗ്. ഐ കെയിം വെരി ലേറ്റ്. ഗുഡ് മോർണിംഗ് സാർ, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ ലേറ്റ് ആയി പോയി, പക്ഷേ കേട്ടിടത്തോളം വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു സാറിന്റെ ഈ സെഷൻ. നമുക്ക് പുതിയ മിഷൻ എല്ലാവർക്കും അതിൽ മുന്നേറാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് മലേഷ്യ, ഏഷ്യൻ രാജ്യങ്ങൾ, അവിടെയുള്ള കോഴ്സുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഒരുമിച്ച് എല്ലാവർക്കും. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു ഞാൻ ലേറ്റായി ജോയിൻ ചെയ്തതിൽ. നോ പ്രോബ്ലം സാർ, റെക്കോർഡിൽ അയച്ചു തരാവേ. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. സ്കോളർ ജിപ്സി നമ്മുടെ വൺ ഓഫ് ദി ഗുഡ് പാർട്ട്ണർ. നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടാണ് സ്കോളർ ജിപ്സി നമ്മുടെ ടീമിൽ. താങ്ക് യു സർ. ആർക്കെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നു അല്ലെങ്കിൽ ലാസ്റ്റിൽ ലേറ്റ് ആയിട്ട് കയറി, ഉറപ്പായിട്ട് ഈ വീഡിയോ ഒരു പ്രാവശ്യവും കൂടെ നിങ്ങൾ കേട്ടാൽ നന്നായിരിക്കും. അതിൻ്റെ റെക്കോർഡ് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ആക്ഷൻ പ്ലാൻസ്, പിന്നെ ഇതെല്ലാം എൻ്റെ ലെവലിലുള്ളതാണ്. നിങ്ങൾ എന്നേക്കാളും കഴിവുള്ളവരുണ്ട് സ്ട്രാറ്റജി ആക്ഷൻസ് ഒക്കെ ചെയ്യാൻ. നിങ്ങൾ പലതിലും ബിസിനസ്സിൽ വിജയിച്ച ആളുകളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ച് ആഡ് ഓൺസും കൂടെ ചെയ്ത് ഇൻപുട്ടുകൾ ചെയ്ത് ഇത് കൂടുതൽ വിജയിപ്പിക്കണമെന്നും കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്. അപ്പം ഇന്നത്തെ മീറ്റിങ്ങിന് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു പറയുകയും, താങ്ക് അല്ല, ഞാൻ നെവർ ഗീവ് താങ്ക് ആവശ്യമില്ല, നമ്മുടെ ഒരു ടാസ്ക് ആണത്. ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഒന്നിച്ചു നിന്ന് ഈ ഒരു മിഷൻ നമ്മൾ വിജയിപ്പിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും ആരംഭിക്കണമെന്നും കൂടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നല്ല പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. ഏകദേശം 80ഓളം മെമ്പേഴ്സ്, 17 and 80 മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പോലും 60. I am very thankful, and all the partners and all the team members, all the leaders, all the owners, I am എല്ലാവർക്കും നമ്മുടെ ന്യൂ ഇയർ, അടുത്ത ന്യൂ ഇയർ നമുക്ക് വിദേശത്ത് തന്നെ നമ്മൾ ആഘോഷിക്കുമെന്ന് പറയുന്ന അത് സ്റ്റാഫും ഓണറും നമ്മളെല്ലാവരും ഉൾപ്പെടെ അടിച്ചു പൊളിക്കും എന്നുള്ള ആ ഒറ്റ തീക്ഷ്ണമായിട്ടുള്ള ഇതിലും, അതോടൊപ്പം നമ്മുടെ ഫിനാൻഷ്യൽ നീഡ് നമ്മൾ കവർ ചെയ്യുമെന്നുള്ളതും ഒറ്റ ആഗ്രഹത്തോടു കൂടി നമ്മുടെ മുമ്പിലുള്ള എല്ലാ ഓബ്സ്റ്റക്കിൾസും നമ്മൾ എന്തു വന്നാലും നമ്മൾ അതിനെ തരണം ചെയ്യുമെന്നും ഉറച്ച കോൺഫിഡൻസോടു കൂടി നമുക്കിത് മുന്നോട്ട് പോകാം. എല്ലാവർക്കും വിജയങ്ങളും നന്മകളും നേരുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Jitu, please find up. Thank you, Vinod sir. Yeah. Thank you, Vinod sir, for the wonderful section. സോ ഈ ഒരു സെക്ഷനിൽ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല ലീഡറിന് മാത്രമേ ഇത്രയും വലിയൊരു മിഷനെ സക്സസിലോട്ട് കൊണ്ട് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. സോ ആ ഒരു ലെവലിൽ പറയുമ്പോൾ നമുക്ക് വി ഓൾ ആർ ലക്കി ടു ഹാവ് വിനോദ് സർ ആസ് അവർ ലീഡർ. സോ നമുക്ക് ഈ ഒരു മീറ്റിങ്ങിന്റെ ഈ ഒരു വൈൻഡപ്പ് ചെയ്തപ്പോൾ ഒരു എനർജിയും ഈ ഒരു അഗ്രസീവ്നെസ്സും ഒക്കെ നിങ്ങൾ ത്രൂ ഔട്ട് ഈ ഒരു മിഷൻ സക്സസ് ആവുന്നത് വരെ കീപ്പ് ചെയ്യാം. സോ HO team is all ready for support you. നമ്മുടെ ഒരു ടീം തന്നെ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, നിങ്ങൾക്ക് എന്ത് അല്ലെങ്കിൽ സ്റ്റുഡൻസോ ആയിട്ടുള്ള ട്രെയിനിങ് സെക്ഷൻസോ അങ്ങനെ എന്ത് ഹെൽപ്പിനും നിങ്ങൾക്ക് ഡയറക്റ്റ് HO ടീമിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലി ഒരു സ്റ്റാഫിനെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. സോ ഈ ഒരു എനർജി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മിഷൻ 100ലോട്ട് എത്തിച്ചേരുമ്പം ഇന്ന് ഈ മീറ്റിംഗിലെ പാർട്ടിസിപ്പൻസ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ടീം മെമ്പേഴ്സും ഒരുമിച്ച് തന്നെ നമുക്ക് ആ ഒരു അബ്രോഡ് ആ ഒരു ജേർണി, ആ ന്യൂ ഇയർ ജേർണി നമുക്ക് ഫുൾഫിൽ ചെയ്യണം. So thank you all the participants for joining for today's section. So let's wind up the meeting.